ഞാൻ ആദ്യം ഗീതാഞ്ജലിക്ക് കയറുമ്പോ 7ലാണ്. അപ്പോ ഞാൻ ആദ്യം ഒരു പടകാളിയായിരുന്നു ഞാൻ ഉത്തരം പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ആ ചോദ്യം ചോദിക്കണ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല. അത് എല്ലാരോടും ചോദ്യം ചോദിച്ചല്ലേ പോവാറ് കുറെ ചോദ്യം. ഏഹ് ഞാൻ ആദ്യം കയറിയപ്പോ അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മ. അപ്പൊ അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആഡ് ചെയ്യാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇനി നമുക്ക് പ്രസന്റേഷൻ തുടങ്ങാം. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു എന്നുള്ള പാട്ടാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻ ആണ്. അദ്ദേഹത്തിന്റെ ചില സിനിമകളാണ് പക്ഷേ, ഇസബെല്ല, ഒരു കഥ ഒരു നുണക്കഥ, ഇടവേള, ശാലിനി എന്റെ കൂട്ടുകാരി, ഇങ്ങനെ 22ഓളം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കഥ, തിരക്കഥ, ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ചെറിയാൻ കൽപ്പകവാടി ആണ്. ആള് തന്നെ എഴുതിയ വേറെ തിരക്കഥകളാണ് സർവകലാശാല, ലാൽ സലാം, ഉള്ളടക്കം, ആർദ്രം, പക്ഷേ പക്ഷേ പിന്നെ നിർണയം. ഇനി ഞാൻ സിനിമയുടെ കഥ എന്താണെന്ന് പറയാം. ഇതില് പ്രധാന കഥാപാത്രം മോഹൻലാലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്. പിന്നെ ശോഭനയാണ് നായിക. ശോഭനയാണ്. ശോഭനയുടെ കഥാപാത്രത്തിന്റെ പേര് നന്ദിനിക്കുട്ടി എന്നാണ്. ശാന്തി കൃഷ്ണയാണ് പക്ഷെ മോഹൻലാലിന്റെ, അതായത് ബാലചന്ദ്രന്റെ ഭാര്യയുടെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്നസെന്റ് മോഹൻലാലിന് ഒരു അവധി ആഘോഷിക്കാൻ പോയപ്പോ കിട്ടിയ ഒരു സുഹൃത്തായിട്ടാണ് ഇന്നസെന്റ് വേഷം ചെയ്തിരിക്കുന്നത്. തിലകൻ മോഹൻലാലിന്റെ അതായത് ബാലചന്ദ്രന്റെ ഭാര്യയുടെ പിതാവിന്റെ വേഷമാണ് തിലകൻ ചെയ്തിരിക്കുന്നത്. ജഗതി തിലകന്റെ ഒരു സഹായിയാണ്. പിന്നെ എം ഇ സോമൻ എന്നാണ് തെറ്റിയടിച്ചിരിക്കുന്നത്. MG സോമനാണ്. MG സോമൻ ഈ മോഹൻലാലിന്റെ ഒരു സഹപ്രവർത്തകന്റെ റോളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോ കഥ എന്താണെന്ന് വെച്ചാ, ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് വളരെ പാവപ്പെട്ടതല്ല, എന്നാലും പ്രതാപം നശിച്ചൊരു തറവാട്ടിലാണ്. പണവും പ്രതാപവും ഒക്കെ കുറവാണ്. ഒപ്പൊ ഒരു കേസും നടക്കുന്നുണ്ട്. അപ്പോ എന്നാ അമ്മാവന്റെ മോളാണ് നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടിയും ബാലചന്ദ്രനും തമ്മിൽ ഇഷ്ടത്തിലാണ്. അപ്പൊ അവരുടെ കല്യാണം നടത്താന്നുള്ള രീതിയിലായിരുന്നു രണ്ടുപേരുടെയും വീട്ടുകാർ. പക്ഷെ ഇതിന്റെ ഇടയില് കേസ് തോൽക്കും ഇവര്. അപ്പൊ വീടും പറമ്പൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ അതേ സമയത്ത് തന്നെ ബാലേന്ദ്രന് IAS കിട്ടും. പക്ഷെ ഈ കേസ് തോറ്റതോടെ ബാലേന്ദ്രന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അപ്പോ ആ കുടുംബം ആകെ തകർന്നുപോയി. ആ ഒരു സമയത്ത് ഈ കടക്കാരും കടക്കെ തിരിച്ചു ചോദിച്ച് വന്നു തുടങ്ങി. അപ്പോ കടക്കാരുടെ അടുത്ത് ബാലേന്ദ്രൻ ആ ഒരു മാനസികാവസ്ഥയില് ബഹളം വെക്കാണ് ഉണ്ടായത്. അപ്പോ അതൊരു അഭിമാന പ്രശ്നമായി എന്നുള്ള രീതിയിൽ അമ്മാവൻ ആ കല്യാണം നിശ്ചയിച്ചതിന് പിന്മാറുകയാണ് ചെയ്യണം. അപ്പോ ആ ആ സമയത്ത് എല്ലാത്തിനും ഒരു രക്ഷകനാണെന്നുള്ള രീതിയിലാണ് തിലകന്റെ കഥാപാത്രമായിട്ടുള്ള വിക്രമൻ കോൺട്രാക്ടർ വരുന്നത്. അതായത് ഒരു IAS കിട്ടി. IASകാരനെ ഒരു വിലക്കെടുക്കുക എന്നുള്ള രീതിയിൽ കടങ്ങളൊക്കെ കൊടുത്തു തീർത്ത് മോഹൻലാലിന്റെ, അല്ല, ബാലചന്ദ്രന്റെ 2 അനിയത്തിമാരുണ്ട്. അവരുടെ കല്യാണം നടത്തി കൊടുക്കാം, അതിനുള്ള കാശൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ആ കോൺട്രാക്ടർക്ക് വേണ്ടത് IAS പദവിയാണ്. അപ്പോ അങ്ങനെ സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പക്ഷെ ആ ഒരു ദാമ്പത്യ ജീവിതം ഒരിക്കലും ഒരു സന്തോഷകരമായില്ല. അവര് ഒരു ബാലേന്ദ്രൻ ഒരു താഴ്ന്ന കുടുംബമല്ല, പണമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച ആളായോണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര പുച്ഛായിരുന്നു. അതായത് ഭാര്യ ഭയങ്കര ഇതായിട്ടാണ് ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോ 10 വർഷം
കഴിഞ്ഞിട്ടാണ് പിന്നെ കഥ ഇങ്ങനെ കഥ ഒരു സിനിമ എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് തുടക്കത്തില് ബാലചന്ദ്രൻ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണിക്കുന്നത്. അതിന്റെ ഇടയിൽ ഓരോരോ സന്ദർഭങ്ങളിൽ ബാലചന്ദ്രൻ തന്റെ പണ്ടത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് ചെയ്യണം. അപ്പോ അവസാനം തിലകന്റെ കഥാപാത്രം ഇങ്ങനെ മോഹൻലാലിന്റെ അടുത്ത് ആജ്ഞാപിക്കുകയാണ്, ഇന്ന കാര്യം ചെയ്തു തരണം, ഇന്നതില് ഒപ്പിട്ട് കൊടുക്കണം. ഒരു IAS തന്റെ മരുമകനാണെന്നുള്ള ഒരു അധികാരത്തില് IASനെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് തിലകൻ. അപ്പോ ഒരിക്കൽ സഹി ഇട്ടിട്ട് മോഹൻലാൽ ഇവിടുന്ന് ഇറങ്ങിപ്പോവാണ്. ഭാര്യനെ വിളിച്ചെങ്കിലും ഭാര്യ ഇറങ്ങിയിരുന്നു. അങ്ങനെയാണ് മോഹൻലാൽ അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊരു കടൽ തീരം പോലെ ഒരു സ്ഥലം, അത് കറക്റ്റ് സ്ഥലം ഏതാന്ന് സിനിമയിലും പറയുന്നില്ല. അവിടെ എത്തുമ്പോഴാണ് ഇന്നസെന്റിന്റെ കഥാപാത്രമായിട്ട് ഈനാശു എന്ന് പറയുന്ന കഥാപാത്രത്തിനെ പരിചയപ്പെടുന്നത്. ഈനാശു ഒരു ഭയങ്കര എന്താ ഭയങ്കര ഒരു ചില്ലായിട്ടുള്ള മനുഷ്യനാണ്. അതായത് കാശ് ഉണ്ടാക്കുക, അതേപോലെ കാശ് ചെലവാക്കി കളയും. ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയൊക്കെ അവര് ജീവിച്ചോളും എന്നുള്ള ഒരു മൈൻഡിലാണ്. എന്നാലും ഭാര്യനെ പേടിയാണ്. ഭാര്യ ഇല്ലാണ്ടാണ് തന്നെയാണ് ഇതിന് വന്നത്, ഇവിടെ അവധി ആഘോഷിക്കുന്നത്. അപ്പൊ അവിടുന്ന് മോഹൻലാലിന് ഈനാശുവിനെ കൂട്ടുകിട്ടും. അവര് എല്ലാം മറന്ന് നല്ല ആഘോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഒരു വില്ലയില് വേറൊരു അതിഥി വരുന്നത്. അത് നന്ദിനിക്കുട്ടിയായിരുന്നു. നന്ദിനിക്കുട്ടി അപ്പളേക്കും വലിയൊരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. എഴുത്തുകാരി ആവണം തന്നെയായിരുന്നു നന്ദിനിക്കുട്ടിയുടെ ആഗ്രഹം. നന്ദിനിക്കുട്ടി തൊട്ടടുത്ത വില്ലയില് വരികയാണ്. അപ്പൊ മോഹൻലാല് കാണുമ്പോ പോയി സംസാരിക്കും. ഇവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതായത് 10 കൊല്ലം കഴിഞ്ഞ് പിന്നെ കണ്ടുമുട്ടുന്നൊന്നും ഇവര് വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇവര് കണ്ടുമുട്ടും. അപ്പൊ തന്നെ ഇവരിങ്ങനെ പിന്നെ അടുപ്പത്തിലായി. എന്തായാലും ഭാര്യയുടെ അടുത്ത് ഡിവോഴ്സ് ആവുന്ന ഏകദേശം തീരുമാനം. അപ്പോ അച്ഛൻ അതായത് ഭാര്യയുടെ അച്ഛൻ ഡിവോഴ്സ് നോട്ടീസ് ഒക്കെ കൊടുത്തയച്ചു. ഇതിൽ ജോയിന്റ് ഡിവോഴ്സ് ലെറ്റർ ഒപ്പിട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് MG സോമന്റെ കഥാപാത്രമാണ് വരുന്നത്. അത് ഒപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവര് തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് പിന്നെയും ഒരിക്കൽ കൂടി കല്യാണം കഴിച്ച് ജീവിക്കാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പോഴാണ് പിന്നെ ശോഭനയും മോഹൻലാലും കൂടി ഒരു തീരുമാനത്തിലെത്തും. അതായത് ഡൽഹിക്ക് പോവാം, കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ നാട്ടിലേക്ക് വരാം. അപ്പോഴാണ് പിന്നെയും ഈ ശരിക്കും ഭാര്യ കുട്ടികളുടെ ഒപ്പം തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് മാപ്പ് പറഞ്ഞു. അതായത് തെറ്റാണ് ഞാൻ ചെയ്തത്, എനിക്ക് മാപ്പ് തരണം, തിരിച്ച് വന്ന് എനിക്ക് തങ്ങളുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കണം എന്ന് പറയും. അപ്പോ ബാലേന്ദ്രനാകെ ഒരു സംശയത്തിലാവും, എന്താ വേണ്ടത്. ശോഭനേനെ പിന്നെയും ഇതാക്കി കഴിഞ്ഞാൽ പിന്നെയും തകർന്നു പോവാണ് ചെയ്യുന്നത്. അപ്പോ പക്ഷെ ശോഭനയുടെ അടുത്ത് പോയി സംസാരിച്ചപ്പോ പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, നമുക്ക് ആണ് ഇപ്പൊ ഇതിനു വേണ്ടി ഇത് മാറ്റാൻ, ഈ ഒരു ത്യാഗം നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെയും ബാലേന്ദ്രൻ ഭാര്യയുടെ കൂടെ തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക്. അതാണ് സിനിമയുടെ കഥ. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് സിനിമയുടെ കാര്യമല്ല. ഇത് ആദ്യം തന്നെ സിനിമ കണ്ടു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഒരു പുസ്തകമാണ്, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു പുസ്തകമാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ IAS കാരൻ തന്നെയാണ്. അപ്പൊ ആളുടെ ഒരു പുസ്തകമാണ് ഈ യന്ത്രം. ഞാൻ കുറച്ചു കാലം മുന്നേ വായിച്ചതാണ്. എന്താ പറയുക വെച്ചാ ബാലചന്ദ്രൻ തന്നെയാണ് ഈ യന്ത്രത്തിലെയും ഒരു മെയിൻ കഥാപാത്രം. ഈ ബാലചന്ദ്രനെ പോലെ തന്നെ ബാലചന്ദ്രനെ പഠിപ്പിച്ചൊരു എടുക്കണ ഒരു മാഷുണ്ട്, പഠിപ്പിച്ച് ഈ ഒരു നിലയ്ക്ക് എത്തിക്കണം. അപ്പോ അതേപോലെ തന്നെ ഈ സിനിമയിൽ ഒരു കഥാപാത്രം, പക്ഷെ ആൾക്ക് ഇതിലത്ര വലിയ റോളില്ല. പക്ഷെ ബാലചന്ദ്രന് ഈ ഒരു ആപത്ഘട്ടത്തില് സഹായമാവണത് ആ മാഷ് തന്നെയാണ് സിനിമയിൽ. ആ മാഷാണ് ആ ഒരു വിക്രമൻ കോൺട്രാക്ടിന്റെ ആലോചന കൊണ്ടുവരുന്നത്. അപ്പോ മലയാറ്റൂരിന്റെ ഈ പുസ്തകത്തിൽ അത് ഒരു മാഷുണ്ട്. മാഷ് സ്വന്തം മോളെ കണ്ട് കല്യാണം കഴിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത്.
ഒരു IAS കാരനാക്കിയത് താനാണെന്നുള്ള ഒരു എന്താ ഇങ്ങനെ ആക്കി കൊടുത്തു എന്നുള്ളതിന്റെ ഒരു പേരില് IAS കാരനെ മരുമോനായി കിട്ടുന്നുള്ളതിലായിരുന്നു. പക്ഷെ ഇതിലെ ബാലേന്ദ്രൻ അതിന് വഴങ്ങി കൊടുക്കണില്ല. സ്വന്തം ഇഷ്ടത്തിന് വേറെ ഒരാളെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതാണ് എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞ സിനിമ കണ്ടപ്പോ ആദ്യം ഇത് ഓർമ്മ. പിന്നെ പേരുകൾ ഞാൻ ഇന്നലെ ഇരുന്ന് വെച്ചത്. അപ്പോ പിന്നെ സിമിലാരിറ്റി എന്താ വെച്ചാ അതിലും രഘു എന്നാണ് മെയിൻ കഥാപാത്രത്തിന്റെ പേര്. അപ്പോ ആ രഘു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഭാര്യയാണ് ഗീത. ഈ ഗീത ശരിക്കും ഈ സിനിമയിലെ ബാലേന്ദ്രന്റെ ഭാര്യയുടെ പേര് രാജീവാണ്. ആ രാജിയുടെ ഒരു ക്യാരക്ടറാണ്. എന്താ പറഞ്ഞ ഭർത്താവിന് വലിയ വിലയൊന്നുമില്ല. ഭർത്താവ് ഒരു തീരെ കാശൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. പിന്നെ ക്ലബിലൊക്കെ പോയിട്ടാണ് വരിക. അപ്പോ ആകെ അതേപോലെ തന്നെ ഈ വേരുകളിൽ കഥ പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു രീതിയിലാണ്. പ്രസന്റിലെ കാര്യങ്ങൾ കൂടിയാണ് പോണത്. പക്ഷെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോ രഘു പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കും. അങ്ങനെയാണ് ഈ നോവൽ മൊത്തം എഴുതിയിരിക്കുന്നത്. പിന്നെ സർവീസ് സ്റ്റോറി എന്താ വെച്ചാ സർവീസ് സ്റ്റോറീസിലുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് മലയാറ്റൂർ രാമചന്ദ്രൻ ഈ രണ്ട് പുസ്തകങ്ങളായിട്ട് എഴുതിയിട്ടുള്ളത്. സോ അതാണ് എനിക്ക് ഇതിനെ പറ്റി വേറെ പറയാം. ഇനി പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ എന്നുള്ളതാണ്. ഈ പാട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോൺസൺ മാഷാണ്. പിന്നെ വരികൾ എഴുതിയിരിക്കുന്നത് K. ജയകുമാർ. ആളും ഒരു IAS കാരനാണ്. അപ്പോ ആ ഒരു കാരണത്താലാണ് ചെറിയാൻ കൽപ്പകവാടിയാണ് ആളെ ഇതിന് പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അപ്പൊ ആ ഒരു കാരണത്താലാണെന്ന് K. ജയകുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കണ്ടു. അപ്പോ പിന്നെ ഇത് ആലപിച്ചിരിക്കുന്നത് യേശുദാസും പിന്നെ ഗംഗയും കൂടിയാണ്. ഗംഗ എന്നുള്ള പേര് അധികം കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അധികം കേട്ടിട്ടില്ല. എന്നാലും പഴയ പാട്ടുകളിൽ എടുത്ത് നോക്കുമ്പോ കുറെ പാട്ടുകൾ പാടി. അതായത് കൂടുതൽ ഭാഗങ്ങളൊന്നുമില്ല, എന്നാലും കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. 1990 തൊട്ട് ഒരു 98 ആ സമയം വരെ. ഇനി നമുക്ക് പാട്ടിന്റെ വരികളിലേക്ക് കടക്കാം. സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ, സീമന്ത കുങ്കുമ ശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നു. അതായത് സൂര്യാംശു പറഞ്ഞ നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. സൂര്യന്റെ അംശം, അതായത് സൂര്യന്റെ ഒരു രശ്മി ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു. അതായത് ബാലചന്ദ്രന്റെ ആ ഒരു ഞാൻ ഈ പാട്ട് എപ്പോഴാ വരുന്നത് പറയാം. സിനിമ തുടങ്ങി ബാലചന്ദ്രന് IAS കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പാട്ട് വരുന്നത്. അപ്പോ അപ്പോ അപ്പത്തെ ഒരു ബാലചന്ദ്രന്റെ മാനസികാവസ്ഥയാണ് ഇവിടെ ഈ പാട്ടിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് ആകെ ഒരു ഉന്മത്തമായിട്ടുള്ള രീതിയിലാണ്. ഭയങ്കര സന്തോഷമാണ് ഈ കടത്തുനിന്നൊക്കെ രക്ഷപ്പെടാൻ നല്ലൊരു ജോലിയായി എന്നുള്ളൊരു രീതിയിലാണ് ബാലചന്ദ്രൻ ഇരിക്കുന്നത്. അപ്പോ ബാലചന്ദ്രൻ ഇങ്ങനെ തോന്നുകയാണ് സൂര്യാംശു, അതായത് സ്വന്തം ജീവിതം നല്ലൊരു രീതിയിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. പിന്നെ സീമന്ത കുങ്കുമ ശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നുവോ, അതായത് ഒരു കല്യാണത്തിന്റെ സൂചനയാണ് ഇത് എന്നാണ് പറയുന്നത്. അതായത് ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, അപ്പൊ ഒരു ജോലി കിട്ടുന്നതോടുകൂടി കല്യാണം കഴിക്കാന്നുള്ള ഒരു ഇതിലാകാം. പിന്നെ കുങ്കുമത്തിന്റെ ചമ്പകത്തിന്റെ നിറം ഒന്നാണ്. ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. ആർക്കും വേണമെങ്കിൽ പറയാം. സീമന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയും? അറിയണ്ടാവും. സീമന്തം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് കുങ്കുമം തൊടുന്ന ആ നെറ്റിയിലെ സീമന്തരേഖ എന്ന് പറയില്ല. ആ, അതായത് മുടി രണ്ട് സൈഡിക്കും ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഇടയിൽ കൂടെ വരുന്ന ഒരു വര വരുമല്ലോ, ആ വരയാണ് ഞാൻ കണ്ടത്. അപ്പോ പിന്നെ സൂര്യാംശു ഈ വയൽപ്പൂവില് വൈരം പതിക്കുന്നത് നിങ്ങളിൽ പലരും
കണ്ടിട്ടുണ്ടാവും. അതായത് കറക്റ്റ് ആ ഒരു മഞ്ഞുള്ളിൽ കൂടെ കടന്നുപോയി ഇങ്ങനെ 7 വർണ്ണമായിട്ട് വിസരണം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കെ ജയകുമാറിന്റെ ഒരു അഭിമുഖം കണ്ടപ്പോ ആള് പറയുണ്ടായി, അതായത് ഒരു പാട്ടിന്റെ തുടക്കമാണ് ഏറ്റവും നന്നാവുന്നത്, അത് വെച്ച് പിന്നെ പിന്നെ നന്നാക്കി അതിനോട് അനുബന്ധമായിട്ടാണ് ബാക്കി എഴുതി വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ പാട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആദ്യത്തെ ഒരു ഭാഗമാണ് ഭയങ്കര ക്യാച്ച് ആയിട്ടുണ്ട്. പിന്നെ മണ്ണിന്റെ പ്രാർത്ഥനാ ലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി. അതായത് മണ്ണ് എന്നുള്ളത്, ഞാൻ എന്താ പിന്നെയും വേരുകളിലേക്ക് വരികയാണ്. മണ്ണ് എന്നുള്ളത് നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. വിണ്ണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്താ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ വേരുകൾ, അതായത് കുടുംബത്തിന്റെ ഒരു ശക്തിനെ കുറിച്ചാവും ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിലുള്ളവര് പ്രാർത്ഥന കൊണ്ടാണ് അത് ലഭിച്ചത് എന്ന് ഉള്ള ഒരു അർത്ഥത്തിലാവും ഈ ഒരു അവസരത്തില് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് മണ്ണിന്റെയും വിണ്ണിന്റെയും ആശംസകളാവുമ്പോഴാണ് ഒരാള് ഒരു ജീവിതത്തില് സൗഭാഗ്യങ്ങൾ നേടിയെത്തുന്നതാണ് കവി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ കാട്ടിലഞ്ഞിക്ക് പൂവാടയും കൊണ്ട് ഈ വഴി മാധവം വന്നു, കൂടെ ഈ വഴി മാധവം വന്നു. മാധവം മാധവം എന്താന്നല്ല, മാധവം ഒരു മാസാണ്. ഏത് മാസാണ്? മാധവം എന്ന് പറഞ്ഞാൽ വസന്തം എന്നാ പോലെ. വസന്തം എന്ന അർത്ഥമുണ്ട്, പക്ഷെ ഒരു മാസത്തിനും ഇവിടെ മാസത്തിന്റെ അർത്ഥത്തിലാണ് വസന്തം എന്ന അർത്ഥമുണ്ട്. ശരി. എന്നാ മാധവത്തിന് എടവ മാസം എന്നുള്ള അർത്ഥമുണ്ട്. എടവ മാസം, വൈശാഖ മാസം അങ്ങനെയും പറയും. വൈശാഖം വസന്തം, ചൈത്രം വൈശാഖം ഒക്കെ വസന്തത്തിൽ വരും. അപ്പോ ആ ഒരു പൂക്കാലാണല്ലോ വസന്തം. അപ്പോ കാട്ടിലഞ്ഞി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ മുറപ്പെണ്ണിനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോ ആ ഒരു ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ് ഇവിടെ ബാലചന്ദ്രന്റെ നന്ദിനിക്കുട്ടി. കാട്ടിലഞ്ഞി പറയണത് ഞാൻ അതിന്റെ ഫോട്ടോയൊന്നും കണ്ടില്ല. കാട്ടിലഞ്ഞി പറഞ്ഞിട്ടൊരു ഇലഞ്ഞിനെ പറ്റി ഞാൻ കുറെ നോക്കി, പക്ഷെ അതിനെ പറ്റി ഒന്നും കണ്ടില്ല. സാധാ ഇലഞ്ഞി എല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ അപ്പോ അതായത് വസന്തകാലം വന്നെത്തി എന്നാണ്. അതായത് ജീവിതത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ആവും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി വസന്തകാലം വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാവും ഉദ്ദേശിക്കുന്നത്. അതായത് ആ ജോലി കിട്ടിയതിന്റെ ആവേശത്തിലാണ് ബാലേന്ദ്രൻ. പാൽക്കതിർ പാടത്ത് പാടിക്കളിക്കും പൈങ്കിളിക്കുള്ളം കിളിർത്തു, ഉള്ളം കുളിർത്തു ഇണ പൈങ്കിളിക്കുള്ളം കുളിർത്തു. പാൽക്കതിർ പാടം എന്ന് പറഞ്ഞ, അതായത് നെല്ല് നെല്ല് വിളയുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയാണ്. ആ കതിരിലെ ഓരോ മണി നെല്ലിലും പാൽ ലിക്വിഡ് ഫോമിലായിട്ട് അരി ആകുന്നതേ ഉള്ളൂ. അത് പാലെടുക്കുക എന്ന് പറയും. പച്ച നെല്ല് അത് വിളയുമ്പോഴാണ് അരിയായിട്ട് മാറുന്നത്. അതാണ് പാൽക്കതിർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് പക്ഷികൾ ധാരാളം വരും. ഇത് കുടിക്കാം. കുട്ടിക്കാലത്ത് നമ്മൾ ഇത് ചവച്ച് ഈ പാലിറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. ഈ പച്ച കതിര് അത് കടിച്ച് ചവച്ചാൽ ഈ മധുരമുള്ള പാല് നമുക്ക് സ്വാദിഷ്ടമാണ്. അത് ഈ പക്ഷികള് കുത്തിയെടുത്ത് ആക്രമിക്കും. നെല്ല് കർഷകർക്ക് വലിയ ഭയപ്പാടുള്ള ഒരു അവസ്ഥയാണ്. പാലടിക്കുക എന്ന് പറയും കതിര്. അത് വിളയുമ്പോഴാണ് അതൊക്കെ ചുവന്ന നിറത്തിലേക്ക് വരുന്നതും കതിർക്കൊലകളായിട്ട് മാറുന്നതും.
ഈ സമയത്ത് പാടം മുഴുവനും പച്ചപ്പാണ്, പാൽക്കതിർ പാടം. അവിടെയാണ് ഈ തത്തകളും പൈങ്കിളികളും ഒക്കെ വന്ന് ഇത് ആഹരിക്കുന്നത്. അത് ഇവിടെ സിനിമയിലെ ഈ സന്ദർഭത്തില് അത് വളരെ പ്രസക്തമാണ്. പൈങ്കിളിക്കുള്ളം കുളിർത്തു, എണം പൈങ്കിളിക്ക്. പൈങ്കിളി ഇത് പാൽക്കതിര് ആഹരിക്കുന്നു, അത് എണം പൈക്കിളിക്കും കുളിർത്തു. ഈ ജോലി കിട്ടി മോൻ പറഞ്ഞ പോലെ തന്നെ ആ രണ്ടുപേരുടെ മാനസികാവസ്ഥ സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു നല്ല മനോഹരമായ ഒരു ഇമേജറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. മണ്ണിന്റെ പ്രാർത്ഥനാ ലാവണ്യം എന്ന് പറഞ്ഞല്ലോ. ഈ ഇതിനോട് സമാനമായ കൽപ്പനകള് മറ്റുള്ള പാട്ടുകളിലും മറ്റുള്ള കവിതകളിലും നമുക്ക് അന്വേഷിക്കുന്നത് വളരെ ഒരു കൗതുകമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ മണ്ണിന്റെ പ്രാർത്ഥന വേറൊരു തരത്തിൽ പറഞ്ഞാൽ, മണ്ണിൻ നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി. ഈറൻ മണ്ണുള്ള മണ്ണിന്റെ മനസ്സിനെ മാനം തൊട്ടുണർത്തി. കാവാലത്തിന്റെ ഒരു പാട്ടിലെ 2 വരിയാണ്. മണ്ണിൻ നീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി. ഇതുപോലെ തന്നെ പലർക്കും അവർ വായിച്ച കവിതകളിലെ ഈ സമാനമായ കൽപ്പനകള് നമുക്ക് വേണേലെന്ന് അതൊരു വളരെ രസകരമായ ഒരു കൗതുകമുള്ള കാര്യമാണ്. അതിന്റെ പുറകെ ഒന്ന് പോകാൻ. അത് ഇവിടെ ഈ ഗ്രൂപ്പിലുള്ളവര് ഇപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് പലർക്കും സമാനമായ കൽപ്പനകളെ പറ്റി പറയാൻ പറ്റുമായിരിക്കും. അത് മലയാള ചലച്ചിത്രഗാനം ആയിക്കോട്ടെ, മറ്റുള്ള മഹാകവികളുടെ, പ്രത്യേകിച്ച് പി കുഞ്ഞിരാമൻ നായരുടെയൊക്കെ കവിതകളിൽ അങ്ങനെ വാരി വെതറിയിട്ടുണ്ടാവും ഇതിന് സമാനമായ കൽപ്പനകൾ. അതായത് പ്രകൃതിയുടെ ഒരു ഉപാസകനായിരുന്നല്ലോ പി കുഞ്ഞിരാമൻ നായർ. താങ്ക് യു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് നിർത്താം, അതാ നല്ലത്. ഓരോ വരിയും കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇത് പറഞ്ഞ് മെല്ലെ മെല്ലെ ഇതിനെ പറ്റി ഇപ്പോ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഗോപാലകൃഷ്ണൻ സാറിന് ഇപ്പൊ ഒരുവിധം എല്ലാം പറഞ്ഞു. പാൽക്കതിർ പാടുന്നത് ഞാൻ വിചാരിച്ചിരുന്നത്, അതായത് ഇടയ്ക്ക് പാലിന്റെ ഒരു പശ വരും നെല്ല് പൊട്ടിക്കുമ്പോ. ആ പശ എത്ര പ്രായമാണ് പാൽക്കതിർ പാടുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അല്ലാന്നിപ്പോ മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് അടുത്ത വരികളിലേക്ക് പോവാം. മാമ്പൂ മണക്കും വെയിലിൽ മോഹം മാണിക്യക്കനികളായി മാണിക്യക്കനികളായി. അതായത് ഇവിടെ പിന്നെ ഒരു സീസണെ പറ്റി തന്നെയാണ് പറയുന്നത്. അതായത് വേനൽക്കാലാണ്. മാമ്പൂ മണക്കും വെയിലിൽ മോഹം, അതായത് ഒരു ജീവിതത്തിന്റെ ഒരു തീക്ഷ്ണതയായപ്പോൾ വെയിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര തീക്ഷ്ണമായൊരു സാഹചര്യത്തില് ജനിച്ച് വളർന്ന് ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു ജീവിതം പച്ച പിടിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ആ മോഹം ആ തീക്ഷ്ണതയോണ്ട് മാങ്ങ ഈ വെയിലേറ്റ് മാമ്പഴമായി മാറുന്ന പോലെ സൗഭാഗ്യം നിറഞ്ഞതായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാവും കവി ഇവിടെ ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ ഈ മാവ് എന്നുള്ളത് പല കവികൾ ഉപയോഗിച്ചതായിട്ടാണ്. 10ാം ക്ലാസ്സിൽ അതിനെപ്പറ്റി ഒരു പാടുണ്ട്. ഈ മാവിന്റെ ഒരു കവിത കഥ, അതിലൊക്കെ മാവിന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയും. ഇപ്പൊ ഈ വേരുകൾ എന്നുള്ളതിലും ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വേരുകൾ വായിച്ചെടുത്തിയോണ്ടാണ് വേരുകളിനെ പറ്റി കൂടുതൽ പറയുന്നത്. വേരുകളില് ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ മാവിനെയാണ് എപ്പോഴും ഈ ചെത ദഹിപ്പിക്കാനായിട്ട് എടുക്കും. അപ്പോ ഈ പറമ്പ് വിൽക്കാൻ വേണ്ടി രഘു വരുമ്പോ അവിടുത്തെ ഒരു മാവിന്റെ കുറ്റി കാണും. അപ്പോഴാണ് രഘുവിന് ഓർമ്മ വരും, അതായത് അച്ഛൻ മരിച്ചപ്പോ ദഹിപ്പിക്കാൻ വേണ്ടി വെട്ടിയ മാവായിരുന്നു ഇത്. മരക്കച്ചവടക്കാരനാണ് ഈ രഘു ഈ മരം കൊടുക്കാൻ പോകും. ആ മരക്കച്ചവടക്കാരൻ പറയും, ഇത് വെട്ടിയില്ലായിരുന്നെങ്കിൽ നല്ല പലക ഉണ്ടാക്കായിരുന്നു, വെട്ടി കളഞ്ഞത് കഷ്ടായി പറയും.
അപ്പോഴാണ് രഘു ഓർക്കുന്നത്. അപ്പോ ഇങ്ങനെ മാവിന് ഇതേപോലെ മാമ്പഴം എന്നുള്ള കവിത നമുക്കറിയാം. പിന്നെ എടശ്ശേരിയുടെ ഒരു കവിതയിൽ ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ അത് ആ കവിതയുടെ പേര് ഞാൻ പറഞ്ഞു. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലായിരുന്നു. ഇതേപോലെ തന്നെയാണ് വരികൾ. അതായത് വെയിലിന്റെ തീക്ഷ്ണതയേറ്റ് മാങ്ങ മാമ്പഴമായി മാറുന്നു എന്നുള്ളൊരു അതേ തീമിൽ തന്നെയാണ് കവിത. പക്ഷെ ആ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പഴയ ടെക്സ്റ്റ് ബുക്ക് മാറി. ഇപ്പൊ മാമ്പഴം പറഞ്ഞില്ലേ വൈലോപ്പിള്ളിയുടെ? മാമ്പഴം പറഞ്ഞു. അത് ഓർക്കുന്നില്ലേ? തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ. കാരണം കൃത്യമായിട്ട് വൈലോപ്പിള്ളി പറഞ്ഞിട്ടുണ്ട്. തുങ്കമാം മീനച്ചൂട്, അതായത് കത്തിജ്വലിച്ച് നിൽക്കുന്ന മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി, സ്വർണത്തിന് സുഗന്ധം, ഇങ്ങനെ സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. അതാണ് നമുക്ക് ഇവിടെ റിലവന്റ്. അടുത്ത വരിയിലാണ് സംഗതി അങ്ങ് മാറുകയാണ്. മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പോയി. അപ്പൊ ആദ്യത്തെ 2 വരി എടുത്താൽ മതി. നമുക്കിവിടെ പ്രസക്തി അതിനേ ഉള്ളൂ. തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരുക. അത് തന്നെയാണ് നമ്മളിപ്പം പറഞ്ഞിരുന്നത്. വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ വളരെ പ്രസിദ്ധമായ 2 വരിയാണ്. ഇത് കേട്ട് കണ്ണീരണിയാത്ത, ഇല്ലെങ്കിൽ ഗദ്ഗത കണ്ടത്തോടുകൂടി, ഇല്ലെങ്കിൽ കണ്ണ് നിറയും, ആ കവിത അവസാനം വരെ കേട്ടുകയാണെങ്കിൽ കണ്ണ് നിറയാത്ത വൃദ്ധന്മാര് പോലുമില്ല. കുട്ടികളല്ല, ഏതു പ്രായത്തിലുള്ളവരും വളരെ ഭംഗിയായിട്ട് ആ കവിത ആലപിച്ച് കേട്ടാൽ കരഞ്ഞു പോകും. എത്ര പ്രാവശ്യം കേട്ടാലും ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും കണ്ണു നിറയും. കുട്ടികളെല്ലാവരും നിഷ്കർഷയോടുകൂടി വൈലോപ്പിള്ളിയുടെ മാമ്പഴം കേൾക്കുക. യൂട്യൂബില് വളരെ ഭംഗിയായിട്ട് മധുസൂദനൻ നായർ ഉൾപ്പെടെ ഉള്ള ധാരാളം പേര് അത് ആലപിച്ചിട്ടുണ്ട് മനോഹരമായിട്ട്. അതൊന്ന് കേൾക്കാവുന്നതാണ്. ഇതിനോടനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തുടരാം മോനെ. ആതിരാക്കാറ്റിന്റെ ചുണ്ടിൽ മൃദുസ്മിതം ശാലീന ഭാവം രചിച്ചു, രാഗശാലീന ഭാവം രചിച്ചു. ആതിരാക്കാറ്റ് എന്നുള്ളത് ഒരുപക്ഷെ ഭാവനയുടെ കഥാപാത്രമായിട്ടുള്ള നന്ദിനിക്കുട്ടീനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതായത് ഒരു ശാലീന ഭാവം എന്ന് പറഞ്ഞാൽ ലജ്ജയോടുള്ള ഒരു ഭാവം, അതാണ് ശാലീന ഭാവം. അപ്പൊ ആകെ ഈ IAS കിട്ടിയതിന്റെ ഇതില് IAS കിട്ടിയെന്നുള്ളതില് ഇവര് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി തയ്യാറാകുമ്പോ ഇവര് തമ്മിലുള്ള ഒരു സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അതിനോട് ഉപമിക്കാനായിട്ടാണ് നമുക്ക് ഇതുവരെ കണ്ടതിലൊക്കെ കാണാം. അതിനോട് ഉപമിച്ചുകൊണ്ട് ഒരു സാഹചര്യങ്ങൾ താരതമ്യപ്പെടുത്തിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോ ആതിരാക്കാറ്റ് എന്നുള്ളത് നന്ദിനിക്കുട്ടിയുടെ കഥാപാത്രമാവാം. അപ്പോ ആ ഒരു സന്തോഷം തന്നെയാണ്, അതായത് ഒരു ഉന്മത്തമായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു ഭാവം തന്നെയാണ് ഇവിടെയും കവി ഉദ്ദേശിക്കുന്നത്. ആ ഒരു സന്തോഷം നിറഞ്ഞ സാഹചര്യമാണ് ആ വീട്ടിലും അവരുടെ മനസ്സും. ഇത് ഞാൻ പണ്ട് ഇത് ഏതാ കിളിന്ന് ആർക്കെങ്കിലും വരും? വണ്ണാത്തിക്കിളിയല്ലേ? വണ്ണാത്തിക്കിളി അല്ല. മലബാർ വിസിലിംഗ് ത്രഷ്. ഇത് പണ്ട് ഞാൻ കൊല്ലത്തേക്ക് ടൂർ പോയപ്പോ ചെറുതായിരുന്നപ്പോഴാണ്. അപ്പൊ രാവിലെ കേട്ടത് 4 മണിക്ക്. ഭയങ്കര രസമുള്ള സൗണ്ടാ, കുയിലിനേക്കാളൊക്കെ നല്ല സൗണ്ടാ. കേട്ടിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ വരികൾക്ക് കറക്റ്റ് എടുത്തത്. അതായത് ഭയങ്കര രസമാണ് ഇതിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി, ചൂളക്കാക്കാൻ. അപ്പൊ ഇനി നമുക്ക് വരിയിലേക്ക് തന്നെ പോവാം. ഇന്നീ പകൽ പക്ഷി പാടുന്ന പാട്ടിൽ ഓരോ കിനാവും തളിർത്തു, ഉള്ളിൽ ഓരോ കിനാവും തളിർത്തു.
അതായത് പകൽ പക്ഷിയുടെ പാട്ടില് ഇവര് തുടർന്നുള്ള ജീവിതത്തിനെ പറ്റി ഓരോ കിനാവുകള് നെയ്തു കൂട്ടുകയാണ്. അതായത് അവരുടെ മോഹങ്ങളും ബാക്കി ഇനിയുള്ള ജീവിതത്തിനെ പറ്റിയുള്ള ഒരു ആഗ്രഹങ്ങളും എന്താ ജീവിതത്തിനെ പറ്റിയുള്ള ഒരു മോഹങ്ങൾ നെയ്തു കൂട്ടുക. അപ്പോ അതാണ് ഈ വരികളിൽ ഉദ്ദേശിക്കുന്നത്. ഇതേപറ്റി ആർക്കെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. പകൽ പക്ഷി എന്ന് പറയുന്നത് ഈ കാക്കയാണോ? അല്ല, ഈ കാക്കയല്ല, ഞാനൊരു പ്രതീകാത്മകമായിട്ട് വെച്ചതാണ്. അതായത് എനിക്കത് ഓർമ്മ വന്നപ്പോ ഞാൻ ഇതിനെ എടുത്ത് വെച്ചു. പകൽ പക്ഷി എന്ന് പറഞ്ഞിട്ട് പക്ഷി ഉണ്ടോ? രാത്രിയിൽ ഉണ്ട്. പകല് കുറെ പക്ഷി പാടും. കവിഭാവനയ്ക്ക് ഉള്ളൊരു ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടക്കണമെന്നില്ല. പകൽ പക്ഷി പാട്ടുപാടുന്ന ഏത് പക്ഷിയും പകല് പാടുന്ന പക്ഷി എല്ലാം പകൽ പക്ഷി എന്നുള്ളത്. ചിലപ്പോ റൈമിങ്ങിന് വേണ്ടിയായിരിക്കും അല്ലെ, പകൽ പക്ഷി പാടുന്ന പാട്ടിൽ. അതെ, പ്രാസം അവസാനത്തെ സ്റ്റാൻസിൽ അവസാനത്തെ വരികളാണ്. സോപാന ദീപം തെളിയുന്ന ദിക്കിൽ സൗഭാഗ്യ താരോദയം, സൗഭാഗ്യ താരോദയം. ഈ സോപാനം എന്ന് പറഞ്ഞ എന്താണെന്ന് സോപാനം എന്ന് വെച്ചാല് നമ്മുടെ മെയിൻ നടയുടെ മുമ്പിൽ കാണുന്ന ആ ഒരു ഇതിനല്ലേ സോപാനം എന്ന് പറയുന്നത്. പടി, ആ നടയിലേക്ക് കയറുന്ന ഉള്ള പടി, അതാണ് സോപാനം. അവിടെ ഉള്ള ദീപാണ് സോപാന ദീപം. അവിടെ അങ്ങനെ ഒരു വിളക്ക് രണ്ട് സൈഡിലും നോക്കിയിട്ടുണ്ടാവും. അപ്പോ അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ സോപാന ദീപം അതിന്റെ അവസാനം ഇവര് ദൈവത്തിന്റെ അനുഗ്രഹത്തിനെ പറ്റി കവി പറയാൻ ഉദ്ദേശിക്കുന്നതാവും. അതായത് ആദ്യം പറഞ്ഞല്ലോ മണ്ണിന്റെ വിണ്ണിന്റെ ആശംസ. അപ്പോ വിണ്ണിന്റെ ആശംസയാണ്, അതായത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കാരണം ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സോപാന സംഗീതം കേട്ടിട്ടുണ്ടോ? അതായത് ഇടക്ക കുട്ടി പാടും. അതപ്പോ ആ സോപാനത്തിന് തൊട്ടടുത്ത് നിന്നിട്ടാണ് ഇടയ്ക്ക കുട്ടി. അതുകൊണ്ടാവും സോപാന സംഗീതം എന്ന് പേര് വന്നിരിക്കുക. അപ്പൊ ഇത്രയാണ് എനിക്ക് പ്രസന്റേഷനിൽ പറയാനുള്ളത്. കൂടുതലായിട്ട് പറയാനുള്ളവർക്ക് പറയാം. ഇതിലെ പാട്ടിലെ സംഗീതാംശത്തിനെ പറ്റി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നന്നായിരുന്നു. എൻ്റെ സംഗീത സംവിധായകൻ ജോൺസൺ മാഷാണ്. കവിതയുടെ ഹൃദയം കണ്ടെത്തി ഈണം കൊടുക്കുന്ന മലയാളത്തിലെ വളരെ അപൂർവമായിട്ടുള്ള സംവിധായകരിൽ ഒരാളായിരുന്നു ജോൺസൺ മാഷ്. ദേവരായ മാഷിന്റെ ശിഷ്യ എന്ന് പറയുമ്പോൾ തന്നെ കവിതയിലെ ആത്മാംശം കണ്ടറിഞ്ഞ് സംഗീതം കൊടുക്കുന്ന ദേവരാജൻ മാഷിന്റെ ശിഷ്യൻ ജോൺസൺ മാഷും ഏതാണ്ട് അതേ ചാലിൽ കൂടെയാണ് പോയിരുന്നത്. ഇവിടെ വളരെ ലളിതമായ മോഹന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതേപോലുള്ള ഒരു ചലച്ചിത്ര ഗാനത്തില് കൃത്യമായി മോഹനം ഒരു രാഗത്തിന്റെ അകത്ത് തന്നെ അവര് ഊളിയിടണമെന്ന് നിർബന്ധമില്ല. ഭാവത്തിന് വേണ്ടി ചില അന്യസ്വരങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കും. ഹിന്ദുസ്ഥാനിയില് അങ്ങനെ ഒരു രാഗത്തില് ഒരു അന്യസ്വരം ചേർത്ത് കഴിഞ്ഞാൽ അവര് മിശ്ര എന്ന് ആ രാഗത്തിന് മുമ്പ് ചേർക്കും. ഇപ്പൊ ശിവരഞ്ജിനി രാഗം, അതിനകത്ത് ശിവരഞ്ജിനി രാഗത്തിലുള്ള സ്വരങ്ങള് അല്ലാതെ ഒരു സുഖത്തിന് വേണ്ടി ചേർത്താൽ അതിനവര് മിശ്ര ശിവരഞ്ജിനി എന്ന് പറയും. ഇവിടെ മോഹനത്തില് പെന്റാട്ടോണിക് രാഗമാണ്, 5 സ്വരങ്ങളുണ്ട്, സരിഗ പദസ സതപ ഗിരിസ. പക്ഷേ ചില വാക്കുകളുടെ ഭാവം ദ്യോതിപ്പിക്കാൻ ഒരു അന്യസ്വരം അത് ചേർക്കും. ഇവിടെ നിഷാദം, ചെറിയ നിഷാദം, വലിയ നിഷാദം, മധ്യമമൊക്കെ ചേർത്തിട്ടുണ്ടെന്നാണ് സംഗീതക്കാർ പറയുന്നത്. അത് ഈ പാൽപ്പായസത്തിൽ അണ്ടിപ്പരിപ്പിടുന്ന പോലെ എന്നൊക്കെ നമുക്ക് വേണേ അങ്ങ് പറയാം. ഒരു കടി കിട്ടി കഴിഞ്ഞാൽ പാൽപ്പായസത്തിന്റെ സുഖത്തിന്റെ ഇതൊക്കെ കുടിച്ചു വരുമ്പോൾ ഒരു കശുവണ്ടി ഇല്ലേ ഒരു മുന്തിരിങ്ങ, അത് ഇരട്ടി സുഖമാകും.
അതുപോലെ ഈ കവിതയിൽ ആവശ്യപ്പെടുന്ന ഭാവത്തിന് മോഹനത്തിലെ സരിഗപദസ മാത്രം വേണമെന്നില്ല, ഒരു അന്യസ്വരം അവിടെ ഇവിടെയൊക്കെ അവർ ചേർക്കും. അത് സംഗീത സംവിധായകര് ആരും അവര് ഏറ്റിട്ടില്ല ഇന്ന രാഗത്തിൽ തന്നെ അവിടെ നിൽക്കും. ഒരു കച്ചേരിക്കാരുടെ നിഷ്കർഷയൊന്നുമില്ല, ഭാവത്തിന് വേണ്ടി അവർ ചേർക്കും. ഇവിടെ അങ്ങനെ അന്യസ്വരങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. എങ്കിൽ സിമ്പിൾ മോഹനമാണ് നമ്മുടെ ചലച്ചിത്ര ഗാനത്തില്. മോഹനമാണ് ഇത്തരം ഈ അനുരാഗം, സന്തോഷം, ഇത്തരം ഭാവങ്ങൾക്ക്, ഇത്തരം അവയ്ക്കൊക്കെ മോഹനമാണ്. നോക്കാമെങ്കിൽ ദേവരായ മാഷ് തന്നെ ഏതാണ്ട് 36 പാട്ടുകള് മോഹനത്തിൽ അന്യോന്യം ബന്ധമില്ലാത്ത തരത്തിൽ, മോളി നോക്കിയാൽ ഈണത്തില് സാമ്യമില്ലാത്ത തരത്തിൽ വരെ അദ്ദേഹം മോഹനം പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ദേവരായ മാഷിന്റെ ശിഷ്യനാണ് ജോൺസൺ മാഷ്. വളരെ സിമ്പിളായിട്ട് ഈ പാട്ട് കേട്ടാൽ നമുക്കറിയാം ഇതിന് പറ്റിയ ഈണം ഇതല്ലാതെ വേറൊരു ഈണം ഇല്ല എന്ന് തോന്നും. അതിന്റെ ടെമ്പോയും ആകപ്പാടെ വളരെ ജോൺസൺ മാഷിന്റെ നല്ല പാട്ടുകൾ ഒന്നായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. മോഹനത്തിൽ ആക്ച്വലി ഈ പറയണമാതിരി ഇഷ്ടംമാതിരി നല്ല പാട്ടുകളുണ്ട്. അതിൽ എനിക്ക് ഒരു ഇഷ്ടമുള്ള പാട്ട് അയ്യോ, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേണി വന്നു ചിരി തൂകി നിന്നു. ഓ വന്നു ചിരി തൂകി നിന്നു. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആട്ടോ. എന്താ അറിയോ, സദാപാലയ സദാപാലയ താരസാക്ഷി. അത് ശരിക്കും മോഹനത്തിലെ ഒരു ക്ലാസിക്കൽ കീർത്തനാണ്. ഗോപികൃഷ്ണൻ GNBയുടെ അതെ, അത് ഈ ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ അത് നമ്മളെ സിനിമയിലേക്ക് എടുത്തപ്പോ അതിൽ നിഷാദം വന്നിട്ട് എന്നെ പാട്ട് പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു, ദയവായിട്ട് ആ പാട്ട് കേക്കല്ലേ. സാറ് എന്നിട്ട് കുറെ ചീത്ത പറഞ്ഞു. സാറ് പറഞ്ഞു, എന്തോരം പാട്ടുകൾ അവർക്ക് പാടാം, അവർക്ക് ഈ നല്ല ക്ലാസിക്കൽ പാട്ട് എടുത്തിട്ട് അതിനെ ഇങ്ങനെ നിഷാദമൊക്കെ വെച്ചിട്ട് നാശാക്കണായിരുന്നോ എന്നൊക്കെ പറഞ്ഞ സാറ് കുറെ വിഷമം പറഞ്ഞു. അത് ഭാഗവതരന്മാരെ അത് പറഞ്ഞില്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ അത് പാടിയ പെൺകുട്ടിയും വെളിയിൽ നിന്ന് അത് കേൾക്കുന്ന കാമുകനും അവർക്ക് നിഷാദമൊക്കെ രുചിക്കും. ഞാൻ പറഞ്ഞ അണ്ടിപ്പരിപ്പ് കശുവണ്ടിയില് അല്ല പാൽപായസത്തില് കിസ്മിസ് കടിക്കുന്ന പോലെയാണ് ഒരു കാമുകനും കാമുകിക്കും. ദേവരായ മാഷ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്, നൗഷാദ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ സംവിധായകരൊക്കെ ആ കഥാപാത്രത്തിനെയാണ്, അല്ലാതെ ഈ മോഹന സരിഗപദസ അല്ല അവർക്ക് ആ കാമുക ഹൃദയമാണ് അവരുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് ഈ ചലച്ചിത്ര ഗാനത്തിൽ അങ്ങനെ ഒരു ഭാഗവതരന്മാരുടെ ആ ഒരു കടുംപിടുത്തത്തിന്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ മാനുഷിക ഭാവമാണ് അതിന്റെ ആത്മാവ്. അതിനുവേണ്ടി അവരെ ഏതും ചെയ്യും. ഇപ്പം ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അല്ലാതെ ചെയ്യുന്നതൊന്നും അത്ര വലിയ പാതകമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുക, അതാണ് സംഗീതത്തിന്റെ ഉദ്ദേശം. ഇപ്പം കഥകളിപ്പാട്ടിലെ അതെ അത് ലംഘനം അതൊരാവശ്യം തന്നെ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ശങ്കരൻ എമ്പ്രാന്തിരിയുടെ ശങ്കരാഭരണം കേട്ടിട്ട് ബാലമുരളീകൃഷ്ണൻ നെറ്റി ചുളിച്ചു, ഇതെന്താ ഈ പാടുന്നത്. പക്ഷേ അദ്ദേഹം പാടിയത് നളന്റെ മനസ്സിലെ ഉൾവിളികളാണ്. അവിടെ ശങ്കരാഭരണമല്ല, നളന്റെ മനസ്സിലെ ഒരു വ്യഥയാണ് ശങ്കരൻ എമ്പ്രാന്തിരി പാടുന്നത്. അവിടെ ശങ്കരാഭരണത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. ബാലമുരളി പക്ഷെ ശങ്കരാഭരണത്തിൽ കടുപിടിച്ച് നിൽക്കും. ഇതാണ് വ്യത്യാസം. ചലച്ചിത്ര ഗാനത്തില് നമ്മുടെ കഥാപാത്രത്തിന്റെ ഭാവമാണ് പ്രധാനം, അല്ലാതെ സംഗീത ശാസ്ത്രത്തിലെ ഈ തിയററ്റിക്കൽ അതല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ സദാപാലയ പോലെ GNB തന്നെ
കമാസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള, ഞാനിതൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല, പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. GNBക്ക് മുമ്പ് കമാസ് പാടിയിരുന്നതിൽ നിന്നും മാറ്റിയാണ് GNB പാടിയത്. പക്ഷെ പിൽക്കാലത്ത് GNBയുടെ പാഠം ഓതന്റിക്കായി. അതിനങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അദ്ദേഹം സുഖഭാവത്തില് ഒരു പ്രയോഗം നടത്തി, അത് അക്സെപ്റ്റഡ് ബൈ ഓൾ. നമ്മളിപ്പോ ഈ മോഹനം പാടുമ്പോഴും ഒക്കെ ഈ സത്യത്തിൽ ഒരു സ്വരത്തിൽ നിന്നും അടുത്ത സ്വരത്തിലേക്ക് കയറുന്നത് അതിനിടയ്ക്കുള്ള സ്വരത്തെ ഒന്ന് തട്ടുതഴുകിയൊക്കെയാ പോകുന്നത്. കള്ളത്തരം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് വീണക്കാരും വയലിൻകാരും പറയും. നമ്മൾ ഈ സരിഗ പദസയൊന്നും അല്ല, ആ ഗാന്ധാരത്തിലേക്ക് ഇട്ട് അശയ്ക്കുമ്പം വേറെ ചില സ്വരങ്ങളൊക്കെ കയറി വരും. അത് വയലിൻകാരും വീണക്കാരും ഒക്കെ അത് പറയും. ആ ഭാവം, മോഹനത്തിന്റെ ഭാവം വരണം എന്നുണ്ടെങ്കിൽ മേളിലത്തെയും താഴത്തെ സ്വരത്തേലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് തോണ്ടിയിട്ട് പോകും എന്നൊക്കെയാ അവര് പറയുന്നത്. ഇപ്പൊ തോടിയുടെ ഗാന്ധാരം അരി അരയ്ക്കുന്ന പോലെ അമ്മിക്കല്ലിട്ട് വട്ടം ചുറ്റുന്ന പോലെ ഗാന്ധാരം ഇട്ട് ചുറ്റും. അപ്പൊ അതിനകത്ത് ഋഷഭവും വരും, മധ്യമവും വരും. അത് അലവോബിൾ ആണ്. അത് ഈ കടുംപിടുത്ത ഭാഗവതരന്മാരാണ് ഇങ്ങനൊക്കെ അത് കേട്ടുപോയെന്നൊക്കെ പറയുന്നത്. അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് എനിക്ക് തോന്നാറില്ല. അല്ല, ഈ പാട്ട് അങ്ങനെ പാടി തോന്നില്ല. സൂര്യാംശുവോരു വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, പിന്നെ സീമന്ത കുങ്കുമം ശ്രീയണിഞ്ഞു, ചെമ്പകം പൂക്കുന്നുവോ, മണ്ണിൻ ലാവണ്യമായി വിണ്ണിന്റെ ആശംസയായി, വിണ്ണിന്റെ ആശംസയായി. യെസ്. മോഹനം പറഞ്ഞു. മോഹനത്തില് കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. പിന്നെ ദേവരാജ് മാഷ് പാടിയിരിക്കുന്ന ഈ നാടകഗാനം ഉണ്ടല്ലോ, തുഞ്ചൻ പറമ്പിലെ തത്തേ, തുടക്കം മോഹനമാണ്. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ പഞ്ചവർണ്ണക്കിളിത്തത്തേ, കുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ, വീണപൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയ തത്തേ, സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ. അപ്പൊ പിന്നെ മാരിവില്ലിൻ തേൻവലൊരു പാടാം. പാട് വേറെ ആരില്ല. എനിക്ക് ഋഷികേഷിന്റെ പ്രസന്റേഷന്റെ സാറിനോട് പറയാനുള്ളത്, ഞാനത് മുഴുവൻ കേട്ടില്ല, എനിക്ക് ലിങ്ക് പോയി, ഞാൻ യാത്ര ചെയ്യായിരുന്നു. ഈ കഥയെ കുറിച്ച് പറഞ്ഞല്ലോ, സിനിമയിലെ കഥ. അപ്പൊ അത് മറ്റേ ഈ 2 തരം കഥാപാത്രങ്ങൾ നമ്മൾ സിനിമയിൽ നോക്കിയാൽ ചിലത്തിൽ കാണാൻ പറ്റും. അത് ഈ ഋഷികേഷ് പറഞ്ഞോ എനിക്കറിയില്ല. അല്ലെ, ഈ ഉദാഹരണം ഈ MTയുടെ കഥാപാത്രങ്ങൾ ഉണ്ട്. പിന്നെ എന്നുവെച്ചാൽ ഒരു പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറയാണ്. പിന്നെ പത്മരാജന്റെ കഥാപാത്രങ്ങൾ, ആണുങ്ങളുടെ കഥാപാത്രങ്ങൾ. അതിൽ ഈ MTക്ക് ഉള്ള ഈ മോഹന്റെ ഈ സിനിമയിൽ, പക്ഷേലെ ഈ സിനിമയിലും ഒക്കെ ഉള്ളത് ഈ ലോസ് ഉണ്ട് അവർക്ക്. അവർ വേണ്ട സമയത്ത് അവർക്ക് അവരുടെ ഒരു തീരുമാനം അവർ കൃത്യമായിട്ട് അവർക്ക് എടുക്കാൻ പറ്റുകയും അവർ കോംപ്രമൈസ് ചെയ്യുകയും, അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് അവർ കയ്യിൽ നിന്ന് ജീവിതം അവരുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകുന്ന ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ. ഇപ്പൊ ഇത് പക്ഷേ അങ്ങനത്തെ ഒരു സിനിമയാണ് മോഹൻലാലിന്റെ കഥാപാത്രം. പക്ഷെ MTയുടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോ എടുത്തുകയാണെങ്കിൽ മറ്റേ അതാണ് അക്ഷരങ്ങളാന്ന് തോന്നുന്നു, തൊഴുതുമടങ്ങുന്നുള്ള പാട്ടുകൾ അതുണ്ട്. പിന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ, പിന്നെ MTയുടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് MT ഒന്ന് വേവർ ചെയ്യും, MTയുടെ മെയിൽ കഥാപാത്രങ്ങൾ വേവർ ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതൊരു നല്ലൊരു
ജീവിതത്തില് നമ്മൾ പറയാവുന്ന ഒരു നല്ലൊരു മോഡലായിട്ടുള്ള കഥാപാത്രങ്ങളല്ല അത്. പക്ഷെ അത് MT അങ്ങനെ അവകാശപ്പെടുന്നില്ല. പക്ഷെ പത്മരാജന്റെ കഥാപാത്രങ്ങൾ അങ്ങനെയല്ല. പത്മരാജന്റെ കഥാപാത്രങ്ങൾ വേണ്ട സമയത്ത് കറക്റ്റ് തീരുമാനത്തിലെടുത്ത് പോകുന്ന കഥാപാത്രങ്ങളാണ്. അവിടെ പത്മരാജൻ ക്ലിയർ ആണ്. അത് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളായാലും ശരി, എല്ലാ സാധനത്തിലും അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ആ ഒരു സാധനം കോൺട്രാസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പം ഈ കഥാപാത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അവര് ജീവിതത്തിലെ ഏറ്റവും വേണ്ട സമയത്ത് സ്ട്രഗിൾ ചെയ്ത് പിടിക്കേണ്ട സമയത്ത് അവർ സ്ട്രഗിൾ ചെയ്യാതെ അവര് കോംപ്രമൈസ് ചെയ്യും, എളുപ്പ വഴി തേടും. അത് ചിലപ്പോൾ വിവാഹത്തിലൂടെ ആയിരിക്കാം. അത് നമ്മളൊരു ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കഥാപാത്രമല്ല അത്. അത് സിനിമയുടെ ഭാവങ്ങളിലും സിനിമയുടെ ആ കഥാപാത്രത്തിന്റെ മാനസിക ആഴങ്ങളിലൊക്കെ നല്ലതാണെങ്കിലും ജീവിതത്തിൽ അതൊരു ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട ഒരു സംഭവം അതിലില്ല. പക്ഷെ ഒരു ലിറ്ററേച്ചർ, ഒരു ആർട്ട് ഫോം എന്നതിൽ അഫ്കോഴ്സ് അതിന് ഭയങ്കര സാധനം. അപ്പൊ ഞാൻ അതിങ്ങനെ ഒന്ന് സൂചിപ്പിക്കാൻ നോക്കിയായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള മോഹനെ കുറിച്ചാണ്. മോഹനല്ലേ ഇതിന്റെ സംവിധായകൻ ഈ സിനിമയുടെ? മോഹൻ മലയാള സിനിമയ്ക്ക് ഞങ്ങളെ കുട്ടികളൊക്കെ ഇവിടെയുള്ള സ്ഥിതിക്ക് ഏറ്റവും നല്ല സിനിമകൾ തന്നിട്ടുള്ള ഒരു സംവിധായകനാണ്. ഇപ്പോഴും ആള് ഉണ്ട് ഇപ്പോഴും. അതായത് എടുത്തു പറയാവുന്ന സിനിമകൾ, ഒന്ന് ഏറ്റവും എന്നെ സ്വാധീനിച്ച് ഇഷ്ടപ്പെട്ട സിനിമ ശാലിനി എന്റെ കൂട്ടുകാരിയാണ്. അതൊക്കെ ആ ശോഭനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല, ശോഭ പ്രധാന നമുക്ക് മനസ്സിൽ തങ്ങിക്കുന്ന ശോഭയുടെ രംഗങ്ങളൊക്കെ ഉണ്ട്. ഹിമശൈല സൈകത ഭൂമിയൊക്കെ അതിലത്തെ പാട്ടാണ്. അപ്പൊ അത് ദേവരാജനാണ് സംഗീതം. അപ്പം മോഹന്റെ നല്ല നല്ല സിനിമകളുണ്ട്. ഒന്ന് ഏറ്റവും ശാലിനിന്റെ കൂട്ടുകാരിയുണ്ട്, പിന്നെ വിട പറയും മുമ്പേ പോലത്തെ ഉണ്ട്. പിന്നെ ഈ കുറച്ചാളും മോഹൻലാലിനെ വെച്ച് തന്നെ മുഖം എന്ന് പറഞ്ഞൊരു പോലീസ് ഇൻസ്പെക്ടറിന് അന്വേഷണം ചെയ്യുന്നുണ്ട്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടർ കഥാപാത്രം പലരും അക്ലെയിം ചെയ്യുന്നത് മുഖം എന്നുള്ള സിനിമയിലെ മോഹൻലാൽ ചെയ്ത കഥാപാത്രം. അപ്പൊ മോഹൻ ഒരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടറാണ്. കുട്ടികൾക്ക് എടുത്ത് കാണാവുന്ന നല്ല അന്നത്തെ ഫീമെയിൽ കഥാപാത്രങ്ങളൊക്കെ ഇത്രയും പ്രോഗ്രസീവായിട്ട് മോഹൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ശാലിനിന്റെ കൂട്ടുകാരിയിലൊക്കെ ശോഭയുടെ കഥാപാത്രം ഇന്നൊന്നും അത്ര നമ്മൾ വിലപിക്കുകയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടോന്ന്. അന്നൊക്കെ ആ സ്ത്രീ കഥാപാത്രങ്ങളുടെ പവർഫുൾ പോർട്രേയിങ് ഉണ്ട്. അത് ശാലിനിന്റെ കൂട്ടുകാരിയൊക്കെ കുട്ടികൾ കണ്ടിരിക്കേണ്ട നല്ല നല്ല ക്യാമ്പസിന്റെ റൊമാൻസ് നന്നായിട്ട് കാണിച്ചിരിക്കുന്ന ഇതാണ്. അപ്പൊ എനിക്ക് ഋഷികേഷിനെ ആശംസിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതുപോലെ ഗോവരൻ സാറ് ഇതിനെ മാനം വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. മാമ്പഴത്തിലേക്ക് ലെവലിലും മാത്രമല്ല കുട്ടികളെ വളരെയധികം സാർ ഇനിയും എല്ലാ സെഷനിലും ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ എനിക്ക് കൂടെ സൂചിപ്പിക്കാനുള്ളതാണ്, നിങ്ങൾ മോഹന്റെ സിനിമകൾ കാണണം, പല നല്ല സിനിമകളും. പിന്നെ ഈ പത്മരാജൻ MT ഈ കഥാപാത്രങ്ങളുടെ ഈ അനാലിസിസ് നിങ്ങൾ നോക്കണം. പിന്നെ IAS-കാരെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ IAS-കാർ ഭയങ്കര ആൾക്കാരാണെങ്കിൽ നല്ല എല്ലാം ആണെങ്കിൽ പോലും IAS-കാരെ ഈ ബൈയിങ് ഔട്ട് വളരെയധികം ഉണ്ട്. നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ സമൂഹത്തിലും നോക്കുകയാണെങ്കിൽ IAS-കാരെ കോൺട്രാക്ടർമാരും ഒക്കെ ബൈ ഔട്ട് ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ ഇഷ്ടം പോലെ കാണുന്നതാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ അങ്ങനെ കാണുന്നു. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ IAS എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു നമ്മൾ വളരെ ഗ്ലോറിഫൈഡ് കാണുമ്പോൾ പോലും അതിനെ വളരെയധികം കോംപ്രമൈസ് ചെയ്ത് ബൈ ഔട്ട് ചെയ്യപ്പെട്ട ഒരു ക്ലാസ് ഓഫ് ആൾക്കാരും കൂടെയാണ് അവർ. അപ്പൊ അതിന്റെ ഒരു ഡെപിക്ഷൻ കൂടെ ഉണ്ട്. IAS-കാരെ കോൺട്രാക്ടർമാര് നോക്കി പിക്ക് ചെയ്ത് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആ ഒരു സ്റ്റേച്ചർ ഇല്ലായ്മ, അവരുടെ ഒരു എന്താ പറയുക, വേണ്ട സമയത്ത് തീരുമാനങ്ങൾ ബോൾഡായിട്ട് എടുക്കാൻ പറ്റാത്ത അവരുടെ സ്റ്റേച്ചറിന്, അവരുടെ ഒരു കോംപ്രമൈസിങ് നേച്ചറിനെ നന്നോളം ചൂഷണം ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ സാധനമുള്ളതും കൂടെയാണ് നമ്മുടെ സമൂഹം. ഇക്കാലത്ത് ഇപ്പോഴൊക്കെ അതിൽ മാറ്റം ഉണ്ടാവും. കാരണം പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇഷ്ടംപോലെ IAS ആയിട്ട് വന്നിട്ട് പണ്ടൊക്കെ ഒരുപാട് നടന്നിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്ട്സ് ആണ്. പിന്നെ സംഗീതം, പാട്ട് വണ്ടർഫുൾ. ജോൺസൺ മാഷാണ് സംഗീതം. ജോൺസൺ മാഷ് പറയണ്ടല്ലോ, സകല സംഗീത ഉപകരണങ്ങളുടെയും വല്ലഭനാണ്. ഇത്രയധികം ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന വേറെ ആളുണ്ടായിട്ടില്ല. ദേവരാജ മാഷ് ചെറുപ്പകാലത്ത് തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തിരുന്നത്. ദേവരാജ മാഷിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ പോലെ അതിനൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഗോപാലകൃഷ്ണൻ സാർ എനിക്ക് തോന്നിയ സാധനം വെച്ചാൽ ഇത് വരികൾ എഴുതിയിട്ട് സംഗീതം കൊടുത്ത് ജോൺസണൊക്കെ ആ സ്ഥാനത്ത് നിന്ന് ആ സമയമാകുമ്പോഴേക്കും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല. ഇനി ഈ പാട്ട് അങ്ങനെയാണെന്ന് അറിയില്ല. പലപ്പോഴും സംഗീതം കൊടുത്തിട്ടാണ് ജോൺസൺ മാഷൊക്കെ വന്നപ്പോഴേക്കും ആ ലെവലിലേക്ക് ആയിട്ടുണ്ട്. പക്ഷെ പഴയ ദേവരാജ മാഷ് അവരൊക്കെ ദക്ഷിണാമൂർത്തി, ബൗരാജൊക്കെ ഉണ്ടായ സമയത്ത്, MB ശ്രീനിവാസനുള്ള സമയത്ത് കവിത തന്നെയാണ് ആദ്യം എഴുതിയിട്ടാണ് ഉണ്ടായിരിക്കണത്. ഈ പാട്ടിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. ജോൺസൺ മാഷിന്റെ പല പാട്ടുകളും
സംഗീതമാണ് ആദ്യം വരുന്നത്. പക്ഷെ അത് സംഗീതമാണ് ആദ്യം വരുന്നതെന്ന് പറയുമ്പോൾ സംഗീതവും ഈ എഴുതുന്ന ആളും തമ്മിലുള്ള ഒരു റാപ്പോ അവിടെ ഉണ്ട്. അതൊരു ഒരു ഒരു ഡുവോ ആണ്, ഒരു കോമ്പിനേഷൻ ആണത്. അതിന്റെ സൗന്ദര്യം ഉണ്ട്. പിന്നെ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ പോകുന്ന ഒരു പാറ്റേൺ, അതായത് നമ്മള് പല്ലവി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പാട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ ചരണത്തിലേക്കൊക്കെ പോകുമ്പോഴേക്കും അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ചെറിയൊരു സ്പാനിൽ തന്നെ ഒരു 4 താളവട്ടത്തിനുള്ളിൽ എവിടെയൊക്കെ പോയിട്ട് ടച്ച് ചെയ്ത് വന്ന് എവിടെയൊക്കെ പോയി പാട്ടിനെ കൊണ്ടെത്തിച്ച് അതിന്റെ കരയിലേക്ക് എത്തിക്കാൻ പറ്റും. അത് ജോൺസൺ മാഷ് ഈ പാട്ടെന്നല്ല, അങ്ങനെ ചെയ്യുന്ന പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് തന്നെ ഒരു വണ്ടർഫുൾ. സുധയ്ക്കും ഗോപാൽ സാറിനും അങ്ങനെ പോലെ വരാൻ പോലെ ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ടച്ച് ചെയ്യാവുന്നതാണ് ജോൺസന്റെ ആ സഞ്ചാര രീതികൾ. പിന്നെ ഗോപാൽ സാർ പറഞ്ഞ മറ്റൊരോട് ഞാൻ കൃത്യമായി മുഴുവനായിട്ട് യോജിക്കുകയാണ്. രാഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാഗം ഒരു വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ സോങ് ആണ്. പാട്ടില് കഥാപാത്രങ്ങൾ, ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ, സിറ്റുവേഷൻ, അതിനെ കൺസീവ് ചെയ്യുന്ന മറ്റേ കവി, അതിന്റെ താളാത്മകത, പിന്നെ അതിന്റെ സ്ഥായികള്, എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ ചെയ്യണം. ഉദാഹരണം എന്താണ് നമ്മുടെ ദേവരാജ മാഷിന്റെ ഒക്കെ പാട്ടിലൊക്കെ ജൂലി. ഇപ്പൊ ഞാനൊരു പരിപാടി ദേവരാഗം എന്നുള്ള പരിപാടി കേൾക്കായിരുന്നു. അപ്പൊ അതിലിങ്ങനെ ഞാൻ ഇതുകൂടെ പറഞ്ഞാൽ നിർത്താം. ആരോ വന്ന് കെ എസ് സേതുമാധവനാണ് ദേവരാജനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായത്. കെ എസ് സേതുമാധവൻ വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ. വേറെ നിങ്ങൾ കുട്ടികളൊക്കെ കാണേണ്ട വേറൊരു സിനിമ വാഴവേമായ എന്നുള്ള സിനിമയൊക്കെ ഉണ്ട് പഴയത്. അതൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ മലയാളത്തിൽ ഇറങ്ങിയേക്കണ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ആണ് അതൊക്കെ. പണ്ടൊക്കെ സത്യനിഷയിലേക്ക് അന്ന് അഭിനയിച്ചേക്കണത് കെ എസ് സേതുമാധവന്റെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പൊ സേതുമാധവനാണ് ഇന്റർവ്യൂ ചെയ്യണത് ദേവരാജൻ മാഷിനെ. അപ്പം ചട്ടക്കാരികൾ സിനിമയുണ്ട്. ചട്ടക്കാരികളുടെ സിനിമയിൽ ദേവരാജനാണ് സംഗീതം, സേതുമാധവന്റെ സിനിമയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പൊ അതില് ചട്ടക്കാരി ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പം അതിൽ ചട്ടക്കാരിയിൽ ഒരു ജൂലി ഐ ലവ് യു എന്നുള്ള പാട്ടുണ്ട്. അപ്പൊ അത് ഇംഗ്ലീഷിലെ വരികളൊക്കെ ഉള്ള, കാരണം ആംഗ്ലോ ഇന്ത്യൻ ഒരു ജീവിതമാണ് കാണിക്കുന്നത്. അപ്പൊ ദേവരാജന്റെ സംഗീതം. അപ്പൊ സേതുമാധവൻ പറയുന്നത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു, സേതുമാധവൻ തന്നെ ആയിരുന്നു ഹിന്ദിയിൽ ചെയ്യുമ്പോഴും. പക്ഷെ അതിലെ ആ പാട്ടുകളൊന്നും ആ ഒരു സിറ്റുവേഷനോട് തീരെ യോജിച്ചല്ല ചെയ്തിരിക്കുന്ന ദേവരാജൻ എന്ന് പറയുമായിരുന്നു. അപ്പൊ ദേവരാജൻ മാഷ് ഏത് പാട്ടാണെന്നൊക്കെ ചോദിച്ചു രാജൻ മാഷ് പറയുന്നത് ഇന്ന രാഗത്തിലെ പാട്ട് എന്നല്ല. അങ്ങനെ ദേവരാജ മാഷിനെ പോലുള്ള ആള് ഇന്ന രാഗം എന്ന് പറഞ്ഞിട്ടല്ല ഒരു പാട്ട് ഓർത്തിരിക്കുന്നത് പോലും. ആ ജൂലി അല്ലേ ആ പാട്ട്, ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചു പാടുന്ന പാട്ടല്ലേ എന്നാ ചോദിക്കുന്നത്. റൂമിലുള്ള അടച്ചു പാട്ടുന്ന പാട്ടല്ലേ, മുകളിലേക്ക് സഞ്ചാരം ഇല്ലാത്ത പാട്ട്. അപ്പൊ അദ്ദേഹം ഒരു സംഗീത സംവിധായകൻ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാണുന്നത് ഞാൻ ഇന്ന രാഗത്ത് കൊടുക്കും, മോഹനമാണ്, ശങ്കരാഭരണമാണ്, ഇതൊക്കെ എപ്പോഴോ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. അവരുടെ ഉള്ളിൽ വേറെ എത്രയൊക്കെയോ അബ്സ്ട്രാക്ട്സ് കിടക്കുന്നുണ്ട്. ആ അബ്സ്ട്രാക്ട്സുകളൊക്കെ ഫിക്സ് ചെയ്ത് വന്നിട്ട് രാഗം എന്ന് പറയുന്ന അതിന്റെ ഇടയിൽ എത്രയോ സാഗരത്തിൽ നിന്ന് എവിടുന്നോ എന്ന് പറഞ്ഞ അവർ കൊടുക്കുന്നത്. അപ്പൊ അതില് മാഷ് പറഞ്ഞ പോലെ എത്രയോ സ്ഥലത്ത് വേറെ സ്വരങ്ങൾ വരും. അതിനെ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ രാഗങ്ങളുടെ ഒറിജിൻ തന്നെ പല രാഗങ്ങളും നമ്മൾ ഉണ്ടായിരിക്കുന്നത് തന്നെ മാഷ് പറഞ്ഞ പോലെ. മോഹനമൊക്കെ മോഹനരാഗം എന്നൊക്കെ പറഞ്ഞ കാലങ്ങളായിട്ട് 10, 500, 600, 700 വർഷമായിട്ട് പാടുന്ന രാഗമാണ്. അത് ആദ്യം പാടിയ ആരെങ്കിലും പാടിയ മോഹനരാഗമാണോ ഇന്ന് പാടുന്നത്? ഒരിക്കലല്ല. അത് പാടി GNV ഒക്കെ മോഹനെ പാടി കഴിയുമ്പോൾ മോഹനം എന്ന് പറയുന്ന സാധനം ഒരു എൻറിച്ച്ഡ് ആവുകയാണ്. മോഹനത്തിന് വേറെ ഫ്ലേവർ വരികയാണ്. വേറെ എന്താ പറയാ, ശ്രുതികൾ എന്ന് പറയുന്ന ശ്രുതികളുണ്ടല്ലോ, നമ്മുടെ ശ്രുതി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ചെറിയ ശ്രുതികൾ ഇതിലിടയ്ക്ക് കയറുകയാണ്. അപ്പൊ അങ്ങനെ ഇത് എൻറിച്ചായി വരുന്നതാണ്. അപ്പൊ അതിന് അങ്ങനത്തെ തലങ്ങളില്ല. അപ്പൊ അത് എൻറിച്ചായി പാട്ട് പാടി പെർഫോമൻസ് സമയത്ത് പാടി പോയിട്ട് എൻറിച്ച്ഡ് ആവുന്ന ഒരു സാധനമാണ്. അങ്ങനെ തന്നെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. സോ അത് അങ്ങനെ എൻറിച്ച്ഡ് ആവും, അത് അങ്ങനെ തന്നെ വരും. ഇപ്പം ത്യാഗരാജ സ്വാമിയുടെ ജയന്തശ്രീ എന്നുള്ള മറുകേലറ ഓ രാഘവ എന്നുള്ള കൃതിയുണ്ട്. അതിലാ ഇങ്ങനെ പറയുന്ന ഒരു നോട്ട് വരുന്നത് തന്നെ ഇങ്ങനെ ആദ്യം ശ്രീരാമനെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഞാൻ ശ്രീരാമനെ കണ്ടോ എന്ന് സംശയം വന്നിട്ട് ത്യാഗരാജ സ്വാമികൾ തിരിച്ചു വന്ന് നോക്കിയിട്ട് ശ്രീരാമനെ കണ്ടു എന്ന് പറയുന്ന പോലത്തെ ഒരു കൺസെപ്റ്റാണ് അതിന്റെ പേര്. അതിനുവേണ്ടി അദ്ദേഹം ആ ജയന്തശ്രീയുടെ രാഗം തന്നെ ഒറിജിൻ തന്നെ അങ്ങനെയാണെന്നാ പറയണേ. അത് ആ അർത്ഥത്തിന് വേണ്ടി ആ ഒരു സഞ്ചാരം ത്യാഗരാജ സ്വാമികള് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എങ്ങനെയാ രാഗം ഉണ്ടാവുന്ന ഈ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ വരികളും നമ്മുടെ സാധനം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നിലവിലുള്ള ടൂളായ സാധനം പോരാതെ വരുമ്പോൾ
അവർ സഞ്ചരിക്കുന്ന ഒരു പദമാണത്. അപ്പൊ ആ രാഗം അത് പിന്നെ സ്റ്റേബിൾ സ്റ്റേബിൾ ആവാതിരിക്കാം. ചിലപ്പോൾ ഒരു വൺ ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കും അത്. ചിലപ്പോൾ അത് വീണ്ടും 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 എക്സ്പ്രസ് ചെയ്ത് അത് ഏത് സയൻസ് പോലെ സ്റ്റേബിളായി ഒരു രാഗത്തിന്റെ ഫോമിലേക്ക് എത്തുമായിരിക്കും. പക്ഷെ പാട്ടിന്റെ ടോട്ടൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ്. അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു എക്സ്പ്രഷൻ ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ, പറയേണ്ട കാര്യം പറഞ്ഞോ എന്നുള്ള സാധനമാണ്. അതിപ്പോ ഋഷികേഷിനെ പോലുള്ള കുട്ടി പോലും ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ. പിന്നെ അതിലപ്പുറം എന്താ വേണ്ടത്? സോറി, ഞാൻ കൂടി പോയി. നന്നായിരുന്നു. നല്ല നിരീക്ഷണം. ഇപ്പൊ നമ്മൾ ഈ ചലച്ചിത്ര ഗാനത്തിലെ മോഹനത്തിന്റെ പ്യൂരിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഈ കൊച്ചു കുട്ടികൾക്ക് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം, നിങ്ങളത് ചെയ്താൽ നന്നായിരുന്നു. ഈ മോഹനം ഒരു രാഗം എങ്ങനെ നിങ്ങൾ സീരിയസ് ആയിട്ട് ലിസൺ ചെയ്യുക, ആസ്വദിക്കാൻ ഒരു 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 ഹോംവർക്ക് ഞാൻ പറയട്ടെ. നിങ്ങൾ ഒറ്റയ്ക്ക്, ഇപ്പൊ കുട്ടികളായിരിക്കണമെന്നില്ല, വലിയവർക്കും ആകാവുന്ന ഒരു കാര്യമാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്, അത് കാരണം ഞാനത് പറയുകയാണ്. ഒരു മുറിയിൽ ഒരൊറ്റയാളിനെയും കൂട്ടാതെ, വേണേ ടെറസിലാകാം, ഇല്ലെങ്കിൽ മുറിക്കകത്തോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടാമതൊരാളില്ലാത്ത നല്ല അനുകൂലമായിട്ട് നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ടെറസിന്റെ മേലിലോ, ഇല്ലെങ്കിൽ പ്രഭാതത്തിൽ ഒരു 3:30 മണി 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പറയുന്ന ഒരാളുടെ പാട്ട് കണ്ണടച്ചിരുന്ന് കേൾക്കുക, ആരുടെ സാമീപ്യത്തിലല്ലാതെ. ഉസ്താദ് സയ്യിദുദ്ദീൻ ദാഗർ യൂട്യൂബിൽ അടിക്കുക, രാഗ് ഭൂപാളി എന്നും കൂടി അടിച്ചോളൂ. രാഗ് ഭൂപാളി, ഉസ്താദ് സയ്യിദുദ്ദീൻ ദാഗർ. ധ്രുപദ ഗായകൻ ആയിരുന്നു അദ്ദേഹം, ഇപ്പോഴില്ല. ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 80 വയസ്സുണ്ട്. ഫ്രാൻസിലെ ഏതോ ഒരു ബസലിക്കയിൽ പാടിയ കച്ചേരിയിലെ ഭൂപാളി രാഗം 7 പാർട്ടായിട്ടാണ് അത് നമ്മുടെ യൂട്യൂബിലുള്ളത്. ആദ്യത്തെ പാർട്ട് വളരെ സ്ലോ ടെമ്പോയിൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ടെമ്പോ, അതായത് അങ്ങ് സമുദ്രത്തിലേക്ക് കടക്കുന്ന നദിയുടെ ഒഴുക്കിന്റെ വേഗത. അല്ലെങ്കിൽ നമ്മൾ സാമ്പ്രാണിത്തിരിയിൽ നിന്ന് പുകപടലങ്ങൾ, ആ ധൂമരേഖ വായുവിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെയുള്ള ആലാപന ശൈലിയാണ്. നിങ്ങൾ ചെവിയോർത്ത് ഇരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പല പാട്ടിന്റെ അവസാനത്തെ എൻഡിങ് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചെവിയുടെ പുറകിൽ കൈ പിടിച്ച് നിങ്ങൾ വളരെ ശ്രദ്ധാലുവാകും. അങ്ങനെ ശ്രദ്ധാലുവായി ആ പാട്ട് കേൾക്കുന്നതിലാണ് ആ പാട്ടിന്റെ സൗന്ദര്യം. ആൻഡ് ഹി ഡിമാൻഡ്സ് സച്ച് ടൈപ്പ് ഓഫ് ലിസണിങ്. ഉസ്താദ് സയ്യിദുദ്ദീൻ ദാഗർ രാഗ് ഭൂപാളി എന്ന് യൂട്യൂബിൽ അടിച്ചാൽ 7 പാർട്ടായിട്ട് വരും. അത് 1ഉം 2ഉം ഒക്കെ വളരെ സ്ലോ ടെമ്പോയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വാർത്ഥമാകുന്നു എന്ന് തോന്നുന്ന ഏതാനും നിമിഷ തേൻതുള്ളികളായിരിക്കും ഈ പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന. കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം. ആദ്യം വളരെ സ്ലോ ടെമ്പോ ആയതുകൊണ്ട് ക്ഷമയില്ലാതെ ഒരു പക്ഷേ ആയേക്കാം, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ശ്രദ്ധ ഇങ്ങനെ ശ്രദ്ധിക്കാൻ നിങ്ങൾ പരിശീലനം ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അനലിറ്റിക്കൽ ജിയോമെട്രിയും കാൽക്കുലസും ക്വാണ്ടം ഫിസിക്സും കൈവെള്ളയിൽ കിടന്ന് കളിക്കും. ഹൈ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സൂത്രവിദ്യയും കൂടാണ് ഈ സംഗീത ആസ്വാദനം. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, സയ്യിദുദ്ദീൻ ദാഗർ രാഗ് ഭൂപാളി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അത്രയും കേൾക്കുക. അടുത്ത ഗ്രൂപ്പിൽ നമ്മൾ കൂടുന്നതിന് മുമ്പ് പരമാവധി ആൾക്കാർ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ രസമായിരിക്കും. ഒന്നും നോക്കും. ഓക്കെ. കാട്ടിലഞ്ഞിക്കു പൂവാടയും കൊണ്ടീ വഴി മാധവം വന്നു, ഈ വഴി മാധവം വന്നു. പാൽക്കതിർ പാടത്തു പാടിക്കളിക്കും പൈങ്കിളിക്കുള്ളം കൊളുത്തു, ഇണ പൈങ്കിളിക്കുള്ളം കൊടുത്തു. മാമ്പൂമണക്കും വെയിൽ മോഹം മാണിക്യ കനികളായി, മാണിക്യ കനികളായി.
സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ. സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചെമ്പകം പൂക്കുന്നുവോ. ഋഷികേശ് അസലായിട്ട് എടുത്തോളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഇരുത്തം വന്ന ഒരു അതെ, ഋഷികേശ് അതിന്റെ ആ പാട്ടിന്റെ എസെൻസ് ശരിക്ക് പറഞ്ഞു. ഒരാളുടെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാവുമ്പോ ആൾക്ക് അത് ആളുടെ ജീവിതത്തിലെ മാറ്റം അയാൾക്ക് പ്രകൃതിയിൽ ദർശിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു ഋഷികേശ് അല്ലെ. നമുക്കും ഉണ്ടാവും. നമുക്ക് സാറിന്റെ എക്സ്പ്ലനേഷൻ, കൃഷ്ണദാസിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൂടി അതെ സദ്യ. അല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ നമുക്ക് മൂഡ് വളരെ മോശമായിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രകൃതിനെ എങ്ങനെ അനുഭവപ്പെടുന്നു, അതേ സമയത്ത് വളരെ പെട്ടെന്ന് ഒരു സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് അതേ പ്രകൃതിയാണ് നമ്മുടെ ചുറ്റിലുള്ളത്. അത് വേറൊരു രീതിയിലാണ് നമുക്ക് അനുഭവവേദ്യമാവുന്നത്. ഞങ്ങൾക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സുധയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സുധ വേറെ യൂണിവേഴ്സിറ്റി ആയിരുന്നില്ല. ഫാദർ ആൻഡ് ഐ എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ടായിരുന്നു. അത് ഒരു കുട്ടി അച്ഛന്റെ കൂടെ റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കാൻ പോകുമ്പോ കാണുന്നതല്ലാതും വലിയ മരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ കാണും. തിരിച്ചു വരുമ്പോ ആ കുട്ടി ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. അപ്പോ ഭയമാണ് ശരിക്കും. അപ്പൊ ഈ വലിയ മരം കാണുമ്പോ പേടിയാവും, ഇലക്ട്രിക് പോസ്റ്റുകൾ കാണുമ്പോ പേടിയാവും, ഇങ്ങനെ ഇരുട്ടുമായി. അപ്പൊ സെയിം പ്രകൃതി തന്നെ രണ്ട് അവസ്ഥകളിൽ നമ്മളിൽ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് ആ പ്രകൃതിനെ നമ്മൾ രണ്ട് അവസ്ഥകളിൽ നോക്കി കാണുക എന്നുള്ളത്, അത് ശരിക്കും ഋഷികേശ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്ക് സാഹിത്യത്തിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാട്ടോ. ഭയങ്കര കൺഗ്രാജുലേഷൻസ് ഋഷികേശ്, നന്നായിരുന്നു. അല്ലല്ല സതീഷ്, ഞാന് ഇങ്ങനെ ഭയങ്കര അഭിപ്രായം പറയാൻ പറ്റിയ ആളൊന്നുമല്ല. എങ്കിലും ഒരു കാര്യം, മറ്റേ മാഡം പറഞ്ഞപ്പം കോവലക്ഷൻ സാറ് പറഞ്ഞല്ലോ, അത് അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ വേറെ തരത്തിൽ പറയാനുള്ളതായിരുന്നു. അതായത് ശാസ്ത്രീയ സംഗീതം അങ്ങോട്ട് തെറ്റിപ്പോയാൽ സാധാരണ പാട്ടുമാഷന്മാർക്കൊക്കെ ഭയങ്കര ഉത്കണ്ഠയും പ്രശ്നങ്ങളും ഒക്കെ സാധാരണ ഉണ്ടാവാറുള്ളതാണ്. അതിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. സത്യത്തിൽ നേരെ തിരിച്ച് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ വെച്ചാൽ, കഥകളി സംഗീതം ആവട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള, അതൊക്കെ പലപ്പോഴും നിറച്ചാരത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. കണ്യാർകളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത്, പാലക്കാട്ടെ നാട്ടിൻ പുറത്ത് ഒരു ഒരു ഫോക്കാട്ടാണ് ഈ പറഞ്ഞ കണ്യാർകളി. ഈ കണ്യാർകളി സംഗീതം വരെ ഇന്ന് ഈ കർണാടക സംഗീതത്തിന്റെ ആക്രമണത്തിൽ പെട്ട് കംപ്ലീറ്റ് എന്താ പറയാ, അതിന്റെ സ്വത്വം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ ഉണ്ട്. അപ്പോ കർണാടക സംഗീതം ആക്രമിക്കപ്പെടുന്നു, അത് പലരും അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ആ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന സ്ഥലത്ത് നേരെ തിരിച്ച് ഞാൻ പറയാ, ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തെ പല സംഗീത ഇതും, അതായത് അതിനൊന്നും പഴയ, ഒരുപക്ഷെ ഇത് ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കാം, പക്ഷെ സൗകര്യത്തിന് വേണ്ടി ചെയ്ത് അവസാനം ഇതല്ലാതായി മാറുന്നൊരു അവസ്ഥയുണ്ട്. അപ്പൊ അതങ്ങനെയാണ്. നേരെ തിരിച്ച് ഒരുപാട് അത്തരം സംഗീത ചെറിയ 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 സംഗീത ബ്രാഞ്ചസ് ഇതില് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു വശം. അതൊന്ന് പറഞ്ഞു വെക്കണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. താങ്ക് യു. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത്. പല ശാഖകളിലും ഈ ഒരു അതിപ്രസരം, കർണാടക സംഗീതത്തിന്റെ അതിപ്രസരം കടന്നുകൂടിയിട്ടുണ്ട്. കൃഷ്ണനാട്ടത്തിന്റെ സംഗീതത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. സോപാന സംഗീതത്തിലും കൂടി, സോപാന സംഗീതം ഹൈദരാലിയൊക്കെ വന്നപ്പോ കർണാടക സംഗീതം ബൃഹപ്രധാനമാണ് ഇപ്പൊ സോപാന സംഗീതം. വലിയ സംഗതികളൊക്കെ ഇട്ടാണ് സോപാന സംഗീതം പോലെ. അതെ അതെ അതെ. അത് മാത്രല്ല, സത്യം പറഞ്ഞ മാഡം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത്
അദ്ദേഹം നല്ല ആർട്ടിസ്റ്റാണ്, വളരെ ബഹുമാനാർഹിക്കുന്ന ആളാണ്, എല്ലാം ശരിയാണ്. പക്ഷെ അദ്ദേഹമാണ് ഈ കൊലപാതകത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഹൈദരാലി ആണെന്ന് ഞാൻ പറയും. പ്രത്യേകിച്ച് കഥകളി സംഗീതത്തിനെ സംബന്ധിച്ച് ഈ ചിട്ടയിലേക്കും ഇതിലേക്കും കൊണ്ടുവന്ന് വലിച്ചു കെട്ടി ആ തൊഴുത്തിലേക്ക് എത്തിച്ചത് ഇങ്ങനെയുള്ള ഈ സത്യം പറഞ്ഞ കഥകളി സംഗീതത്തിനെ കൂടുതൽ ഇതാക്കിയ പ്രശസ്തമാക്കിയ ആളുകളാണ് ഇവരൊക്കെ. പക്ഷെ ഇവരൊക്കെ കൂടി ചേർന്ന് ചെയ്ത ഒരു ദുരന്തം ഇതാണ്. അതിന്റെ ആ സ്വത്വം ഭയങ്കരമായിട്ട് പോയി. ഇപ്പൊ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെയായി. കാരണം അത് പഠിപ്പിക്കാൻ സൗകര്യം അതാണ് കാര്യം. എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടൊരു വരയിൽ ഇങ്ങോട്ട് വരച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് എളുപ്പമായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാവാം. പക്ഷെ ആ ഈസ് ഓഫ് യൂസ് കൊണ്ട് അതിന്റെ ഒരു തനതായ സ്ഥാനത്തിന് നശിച്ചിട്ടുണ്ട്. ഇപ്പൊ കന്യാർകളി ഇപ്പൊ അങ്ങനെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അതിങ്ങനെ ചെറുക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ ചിലരാണ് നമ്മൾ. സംഗീതം എന്ന് പറയുന്നതിനൊരു സ്വത്വം അത് കൃഷ്ണാശ്രീ ഉണ്ട് ഇവിടെ. കൃഷ്ണാശ്രീ വേറൊരു കാര്യം പറയായിരുന്നു. നമ്മുടെ പലപ്പോഴും ഹരീഷ് ശിവരാമകൃഷ്ണനെയൊക്കെ കൃഷ്ണാശ്രീ കാര്യമായിട്ട് വിമർശിക്കുമായിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ. അതിന്റെ ഒരു കാരണം ഹരീഷ് ശിവരാമകൃഷ്ണൻ ഈ പറഞ്ഞ മാതിരി ഈ ഒരു വളരെ കഷ്ടപ്പെട്ട് ഒരാള് ഒരു സംഗീത സംവിധായകൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗീതം, അതായത് ആ ഒരു കഥയ്ക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ സാന്ദർഭികമായിട്ടുള്ള ഒരു സാധനത്തിന് അനുസൃതമായിട്ട് സാറ് പറഞ്ഞ പോലെ പല മിക്സ്ചറും കൊണ്ടുവന്ന് ഫ്യൂഷനൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചെടുത്ത അതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടല്ലോ. ആ സാധനത്തിന് ഇദ്ദേഹം എടുത്തിട്ട് ഒരു ഭാഗത്തു നിന്ന് എടുത്തിട്ട് ആ രാഗം ബേസ് ചെയ്തിട്ട് അതിനെ നീട്ടി പൊലിപ്പിക്കുന്നത് കാണുമ്പോൾ കൃഷ്ണാശ്രീ പലപ്പോഴും അങ്ങനെ ഇത്തിരി ഒരു ധാർമ്മിക രോഷം കൊള്ളാറുണ്ട്. കാരണം അയാൾ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സാധനത്തിന് ഇയാൾ ആരാണ് ഇതിനെ എടുത്ത് പിന്നെയും വീണ്ടും എന്താ പറയാ അവിടെ അത് കട്ട് ചെയ്യേണ്ടത് നീട്ടാതെ കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് അവർ കട്ട് ചെയ്തതാണ്. അത് ആ സന്ദർഭത്തിൽ ഇരുന്ന് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അല്ലാതെ അതിനെ മാറ്റി നിർത്തിയിട്ട് വെറും പാട്ടായിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ മറ്റേ എന്താ പറയാ ക്ലാസിക്കലാക്കുന്നത് ശരിയല്ല എന്ന് അഭിപ്രായം അദ്ദേഹത്തോട് ഞാൻ യോജിക്കുന്നതാണ് അക്കാര്യത്തില്. ഋഷികേശ് നന്നായി പ്രസന്റ് ചെയ്തു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഋഷികേശ് നന്നായി തന്നെ പ്രസന്റേഷൻ ചെയ്തു. എല്ലാ വരികളും ഭയങ്കര എലാബറേറ്റ് ചെയ്തതിന്റെ മീനിങ് പറഞ്ഞിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ഋഷികേശ്, സൂപ്പർ ആയിരുന്നു. മനോരമയ്ക്കൊക്കെ വേണമെങ്കിൽ വായിക്കാവുന്ന പുസ്തകം ദേവരാജ മാഷിന്റെ സംഗീതശാസ്ത്ര നവസുധ എന്നുള്ള പുസ്തകമുണ്ട്. അത് വായിക്കുക. അതെനിക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഞാൻ കുറെ തപ്പുണ്ട്, എനിക്ക് ഒരെണ്ണം സംഘടിപ്പിച്ചു തരുമോ? അത് ഒലിവ് ബുക്സിന്റെ ആണ്. ഇപ്പോഴുണ്ടോ പ്രിന്റിൽ എനിക്ക് അറിയില്ല. ഞാൻ തന്നെ എത്രയോ എന്തോ കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് അത് ഞാൻ നോക്കട്ടെ. ഒലിവ് ബുക്സ് ആണ്. സ്കാൻഡ് കോപ്പി എങ്കിലും കിട്ടിയാ. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കിട്ടാനില്ല. ശരി, ഞാൻ നോക്കാം സുധ. അപ്പം അത് അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു അപ്രോച്ച് എങ്ങനെ ഈ സാറ് പറഞ്ഞ പോലെ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരേ തലത്തിൽ നിൽക്കുന്ന കുറെ ഫോംസ് ആണ്. ഇതിന്റെ ഏതാണ് ആർട്ട്, ഏതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സംഗീതശാസ്ത്രം. എന്താ ആ ബുക്കിന്റെ പേര് ശരിക്കും? സംഗീതശാസ്ത്ര നവസുധ എന്നാണ്. സംഗീതശാസ്ത്ര അദ്ദേഹം എല്ലാത്തിനെയും ഈ കൺവെൻഷൻസിനൊക്കെ പുള്ളി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്യല്ല. പുള്ളി ഇതിനെ കൃത്യമായിട്ട് എക്സ്പെരിമെന്റ് പോയി. ഉദാഹരണം പുള്ളിയുടെ വലിയ എക്സ്പെരിമെന്റ് ആണ് ഷഡ്കാല പല്ലവി എന്ന് പറയുന്ന സാധനം. ഷഡ്കാല ഗോവിന്ദമാരാര് 6 കാലത്തിൽ പാടി എന്നാണ് പറയുന്നത്. പക്ഷെ 6 കാലത്തിൽ ഒരു പാട്ട് പാടാൻ ഇറ്റ്സ് നോട്ട് പാട്ടായിട്ട് നമുക്ക് അതിനെ കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ദേവരാജൻ മാഷ് പറയുന്നത്. കാരണം നിങ്ങൾ അതിന്റെ പാട്ടിന്റെ ഒരു പാട്ടിനൊരു ഭാവം ആൾക്കാർക്ക് കൺവേ ചെയ്യണമല്ലോ. കൺവേ ചെയ്യുമ്പോൾ അതിന്റെ ചൗക്ക് കാലം, അതിന്റെ ഏറ്റവും വിളംബ കാലം എന്ന് പറയുന്ന സാധനം അത്രയും സ്ലോ ആവും. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കാരുടെ ഉള്ളിലേക്ക് അതിനെ പാട്ടായിട്ട് എക്സ്പ്രസ് ചെയ്ത് നിലനിർത്താൻ പറ്റില്ല 6 കാലത്ത് പാടുമ്പോൾ. അപ്പൊ അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹം നടം ഒരു പല്ലവി ഉണ്ടാക്കിയിട്ട് 2 നടയിൽ പാടുന്ന തരത്തിൽ പാടിയിട്ട് ഓരോന്നിനും 3 കാലം വെച്ച് പാടുന്ന ഒരു 2 എക്സ്പെരിമെന്റ് ഉണ്ട്. പുള്ളിയുടെ
പുള്ളി കമ്പോസ് ചെയ്തിട്ട് അത് ഇവിടെ എറണാകുളത്ത് സുബ്രഹ്മണ്യൻ സാറും ട്രിവാൻഡ്രത്ത് വേറെ ആരും പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള അതിന്റെയൊക്കെ കുറിച്ചൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൺവെൻഷൻസ്. ശാസ്ത്രം മനോമയെ പോലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇതിനെ നിങ്ങളുടെ പല ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിലും ഉപയോഗിക്കാവുന്ന ഈ ബ്രേക്കിംഗ് ആണ്. അതാണ് അതിന്റെ പോയിന്റ്. ഇതെല്ലാം ഇവര് പോകുമ്പോൾ എല്ലാം നിയമങ്ങൾ ചട്ടക്കൂട് ബ്രേക്ക് ചെയ്യുന്നു എല്ലാം. അതാണ് നമ്മൾ കാണാവുന്നത്.